Praise the Lord. So we are back here again now. നമ്മുടെ കോൺഫറൻസിൻ്റെ തേർഡ് സെഷനിലേക്ക് നമുക്ക് കടന്നു വരാം. മനോഹരമായ പാട്ടുകളൊക്കെ പാടി നമുക്ക് കർത്താവിനെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും ആരാധിപ്പാനും ഒക്കെ കർത്താവ് ഇന്ന് പകൽക്കാലം നമുക്ക് ഇടയാക്കിയല്ലോ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, സ്വർഗത്തിൽ എന്തോ ഒരു സന്തോഷവും ആരാധനയുമായിരിക്കും അല്ലേ കർത്താവിൻ്റെ മുമ്പിൽ. നമുക്ക് വല്ലപ്പോഴും ലഭിക്കുന്ന ഈ സമയം എത്രമാത്രം സന്തോഷിപ്പാനും ദൈവജനത്തിൻ്റെ കൂട്ടായ്മയിൽ നമുക്കായിരിക്കാനും കഴിയുമെങ്കിൽ സഹോദരങ്ങളെ, സ്വർഗത്തിൽ പാപമില്ലാത്തടത്ത് കർത്താവിൻ്റെ വഴികളിൽ ജീവിച്ച ഒരു ജനം, കർത്താവിന് വില കൊടുത്ത ഒരു ജനം, അല്പം പോലും സ്വേച്ഛതകളോ സ്വാർത്ഥതകളോ ഇല്ലാത്ത ഒരു ജനത്തോട് ചേർന്ന് കർത്താവിനെ സ്തുതിക്കുന്നത് ആരാധിക്കുന്നത് എത്ര നന്നായിരിക്കും. നമുക്ക് തോന്നിക്കും, അങ്ങനെയുള്ള ഒരു സ്വർഗത്തിൽ ഉണ്ടാവുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. നമ്മളെ ആ രീതിയിലേക്ക് പണിതെടുത്തുകൊണ്ടിരിക്കുക കർത്താവ്. നമ്മളാരും അവിടെ എത്തിയിട്ടില്ല, പക്ഷേ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് വലിയ പ്രവൃത്തി ക്രിസ്തുയേശുവിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ മഹത്തരമായ പ്രവൃത്തികൾക്കായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യാം. അതിനുള്ള ഓരോരോ വഴികളാണ് ദൈവസഭയിലൂടെ കർത്താവ് നമുക്ക് അനുവദിച്ചു തരുന്നത്. നമ്മൾ കേട്ടുകൊണ്ടിരുന്നു ക്രിസ്തീയ ജീവിതത്തിൻ്റെ സന്തോഷം. നമുക്ക് സന്തോഷമില്ലെങ്കിൽ ലോകത്തിൽ ആർക്കും സന്തോഷം ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ലോകം തരുന്ന സന്തോഷമല്ല. ഞാൻ ഇവിടെ കഴിഞ്ഞ നാളിൽ, കുറച്ച് നാളുകൾക്ക് മുമ്പ്, ഇവിടെ യു കെയിലെ മില്യൺസ് ലോട്ടറി ഉണ്ട്. മില്യൺസ് ആൻഡ് മില്യൺസ് കിട്ടുന്ന ലോട്ടറിയാണ്. അതിനത് പേരൊക്കെ പറയും, എനിക്കതറിയില്ല, പേര് ഓർമ്മയില്ല എനിക്കെന്താന്ന്. ഓക്കെ, ലോട്ടോ, അത് ഒരു ഹ്യൂജ് മില്യൺസ്, മേ ബി 60 million, സംതിങ് ലൈക്ക് ദാറ്റ്. വാട്ട് എവർ ഇറ്റ് ഈസ്. ഞാൻ അങ്ങനെ കഴിഞ്ഞ ഒരു 6-7 വർഷം ഈ ലോട്ടറി അടിച്ചവരുടെ ലൈഫിനെ കുറിച്ചൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിച്ചു. ലോട്ടറി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചെന്നറിയാമോ? ചിലർ ഡിവോഴ്സിലായി, ചിലർ 1-2 വർഷത്തിനുള്ളിൽ ഇവിടുന്ന് പോയവരുണ്ട്, മരിച്ചു പോയവരുണ്ട്, ചിലർ എവിടാന്ന് പോലും അറിയത്തില്ല, ചിലർ ഗാമ്പിൾ ചെയ്ത് കയ്യിലുള്ള പണം എല്ലാം പോയി പഴയതിനേക്കാട്ടി കഷ്ടത്തിലായവരുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അവർക്കാർക്കും ലോട്ടറി അടിച്ചപ്പോൾ കിട്ടിയ സന്തോഷം അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയുന്നില്ല. പിന്നെ അതവർക്ക് നാശമായിട്ടാണ് പലർക്കും വന്നത് കേട്ടോ. എനിക്ക് എല്ലാവരുടെയും ഒന്നും അറിയത്തില്ല, കുറച്ച് പേരുടെ ലൈഫ് എനിക്ക് അറിയാവുന്നത് മീഡിയയിലൊക്കെ ഉള്ള അതൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഞാൻ. അപ്പോൾ സഹോദരങ്ങളെ, തിങ്ക് അബൌട്ട് 50 million pound. ഹൗ മച്ച് വർത്ത് 50 million pound? ഈസ് ഇറ്റ് നത്തിങ്? 50 million pound നമ്മുടെയൊക്കെ ഹോൾ ലൈഫിൽ നമ്മളെല്ലാവരും കൂടെ ജോലി ചെയ്താൽ എനിക്ക് തോന്നുന്നു അത്രയും സേവിങ് നമുക്ക് കിട്ടുമെന്ന്, അല്ലേ? അപ്പോൾ സന്തോഷം കിട്ടാനാണെങ്കിൽ അതൊക്കെ മതി ധാരാളം സന്തോഷത്തിന്. പക്ഷേ ആ സന്തോഷം ഒന്നും കിട്ടിയില്ലെന്നാണ് നമുക്ക് ചരിത്രത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള അനുഭവങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. സഹോദരങ്ങളെ, അതുകൊണ്ട് കർത്താവ് തരുന്ന സന്തോഷമാണ് ഏറ്റവും ശ്രേഷ്ഠമേറിയ സന്തോഷം. ആ സന്തോഷത്തിൻ്റെ വഴികൾ നമുക്ക് അന്വേഷിക്കാം. ആ സന്തോഷത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് നിലനിൽക്കാം. അപ്പോൾ 3-ാമത്തെ സെഷനിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. കഴിഞ്ഞ 2 സെഷനുകളിൽ നമ്മൾ കേട്ടു ക്രിസ്തീയ ജീവിതത്തിലെ സന്തോഷത്തെക്കുറിച്ചുള്ള വഴികൾ നാം പഠിക്കുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി. ഒന്ന്, വി നീഡ് ടു ലുക്ക് ബിയോണ്ട് അവർ സർക്കംസ്റ്റാൻസസ്, പ്രസൻറ്റ് സർക്കംസ്റ്റാൻസസ്. നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾക്ക് അപ്പുറം നമ്മൾ കാണുന്നവരായിരിക്കണം. മനസ്സിലായല്ലോ? അതൊരു വലിയ സീക്രട്ടാണ് കേട്ടോ. ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ പിശാച് നമ്മളെ നിരാശപ്പെടുത്തുന്ന അങ്ങനെയാണ്. അവൻ നമ്മളെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് ഫോക്കസ് ഹിയർ എന്ന് പറഞ്ഞു. രണ്ടാമത് നമ്മൾ കേട്ടു കോപ്പറേറ്റ് വിത്ത് ഗോഡ് ഇൻ ഹിസ് ഡേ ടു ഡേ വർക്ക് ഇൻ അസ്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അനുദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളിൽ നമ്മൾ കോപ്പറേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ പ്രവൃത്തി നമ്മളിൽ ചെയ്യുവാൻ കർത്താവിന് കഴിയൂ. ഹി നെവർ ഫോഴ്സ് ഇൻ ടു അവർ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ നിർബന്ധപൂർവ്വം കർത്താവ് കടക്കത്തില്ല. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട് 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ദൈവസഭയുടെ വാതിൽക്കൽ നിന്ന്, ലവോദിക്യ സഭയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് കർത്താവ് മുട്ടുകയാണ്. ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ, സോ ഇറ്റ്സ് എ ചോയ്സ് ഗിവൺ ടു അസ്. കർത്താവ് വാതിൽക്കൽ നിന്ന് മുട്ടുമ്പോൾ നമ്മളിൽ ആരെങ്കിലും വാതിൽ തുറന്നു കൊടുക്കുകയാണെങ്കിൽ കർത്താവ് ഉള്ളിൽ വരും. കർത്താവ് നമ്മുടെ കുടുംബത്തിലേക്ക് വരും. കർത്താവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് വരും. കർത്താവ് ആരുടെയും ജീവിതത്തിൽ ഫോഴ്സ് ചെയ്ത് കയറി വരത്തില്ല കേട്ടോ. കർത്താവ് അങ്ങനെ ഫോഴ്സ് ചെയ്യുവാനായിരുന്നെങ്കിൽ ലോകത്തിലെല്ലാവരും ഇപ്പം ക്രിസ്ത്യാനികളായനേമായിരുന്നു. ഹി വുഡ് നെവർ എവർ ഫോഴ്സ് ഇൻടു അസ്. സഹോദരങ്ങളെ, ദൈവവചനം കേൾക്കുമ്പോൾ, ദൈവശബ്ദം കേൾക്കുമ്പോൾ, ദൈവവചനം നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ചില സഹോദരങ്ങളുമായിട്ടുള്ള സമ്പർക്കത്തിൽ ദൈവം കൊണ്ടുവരുമ്പോൾ അവരിലൂടെയൊക്കെയും ദൈവം വിവിധ മുഖാന്തരങ്ങളിലൂടെ നമ്മോട് സംസാരിക്കുക. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് നോക്കിങ് അവർ ഹാർട്ട്.
knocking our life. Can I come in? Can I come in to change you? Can I come in to change you for good? നമ്മൾ കേട്ടല്ലോ, യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ 29-ാം അധ്യായത്തിൽ നിന്ന് കേട്ടു, നന്മയ്ക്ക് വേണ്ടിയുള്ള ശ്രേഷ്ഠമേറിയ ഒരു ഭാവി നമ്മളിൽ ഉണ്ടാക്കുവാൻ, നമുക്ക് ഉണ്ടാക്കി തരുവാൻ കർത്താവ് നമ്മളോട് പ്രവർത്തിക്കുക. അപ്പോൾ അതാ നമ്മൾ രണ്ടാമത് കേട്ടത്. കർത്താവിനോടുകൂടെ കോപ്പറേറ്റ് ചെയ്യുക, ക്രിസ്തുവിനോടുകൂടെ കോപ്പറേറ്റ് ചെയ്യുക, സമർപ്പിച്ചു കൊടുക്കുക, മസിൽ പിടിക്കാതെ നിൽക്കുക, നമ്മുടെ ഇഷ്ടമല്ല കർത്താവിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുക. കർത്താവ് നമ്മളെ വിളിക്കുമ്പോൾ എനിക്ക് സമയമില്ലെന്ന് പറയാതിരിക്കുക. കർത്താവെ, അവിടുന്നാണ്, അങ്ങയ്ക്കുള്ള സമയം കഴിഞ്ഞിട്ട് എനിക്ക് മറ്റുള്ളതിനുള്ള സമയം മതി എന്നുള്ള ആറ്റിറ്റ്യൂഡ് വേണം നമുക്ക് കേട്ടോ. നമ്മളെ അതിന് വിളിച്ചിട്ടില്ലെങ്കിൽ, ഫുൾ ടൈം മിനിസ്ട്രിക്ക് വിളിച്ചിട്ടില്ലെങ്കിൽ ഫുൾ ടൈം മിനിസ്ട്രിക്ക് പോകണ്ട. പക്ഷേ കർത്താവിന് സമയമില്ലെന്ന് നമ്മൾ പറയരുത്. ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. കാരണം ജീവിതത്തിൽ മറ്റെല്ലാത്തിനും സമയം കണ്ടെത്തുന്ന നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാൻ സമയമില്ലെന്ന് പറയരുത്. അപ്പോൾ എത്രയും ട്രൈ യുവർ ലെവൽ ബെസ്റ്റ് ടു അവോയ്ഡ് സച്ച് തിങ്സ് വിച്ച് ഹിൻഡർ യുവർ വാക്ക് വിത്ത് ഗാഡ്. കർത്താവുമായി ചേർന്ന് നടക്കുന്നതിന് തടസ്സമായിട്ട് എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വരികയാണെങ്കിൽ എത്രമാത്രം അതിനെ ഒഴിവാക്കാൻ പറ്റുമോ, ഒന്നുകിൽ ഭർത്താവ് അതിന് മുൻകൈ എടുക്കുക, അല്ലെങ്കിൽ ഭാര്യ അതിന് മുൻകൈ എടുക്കുക. രണ്ടുപേരും കൂടെ ഒരു ബോട്ടിൽ നിന്നുകൊണ്ട് പോകരുത്. ആ കുടുംബം തകരും, ആ കുടുംബം താളടിയാകും, ആ കുടുംബം ആഴത്തിലേക്ക് താണുപോകും. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ മുൻകൈ എടുത്തിട്ട് പറയണം, ലെറ്റ് us fear God. നമുക്ക് ദൈവത്തെ ഭയപ്പെടണം. പ്രൈസ് ഗാഡ്. നമ്മൾ കഴിഞ്ഞ സെഷനിൽ അത് കേട്ടു. മൂന്നാമത്, നമ്മളിപ്പോൾ മുന്നോട്ടുള്ള സമയം നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത്, ക്രിസ്തീയ സന്തോഷത്തിൽ മൂന്നാമത് അതിനുള്ള വഴി എന്താണെന്ന് ചോദിച്ചാൽ, വേ എന്താണെന്ന് ചോദിച്ചാൽ, ഇൻവെസ്റ്റ് യുവർ ലൈഫ് ഇൻ അതേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതം, നമുക്ക് തന്നിരിക്കുന്ന ഈ ലിമിറ്റഡ് കാലഘട്ടം, ഈ ചുരുങ്ങിയ കാലഘട്ടം, കർത്താവ് ഒത്തിരി റിസോഴ്സസ് നമുക്ക് തന്നിട്ടുണ്ട്, ഒത്തിരി സ്കില്ല് നമുക്ക് തന്നിട്ടുണ്ട്, ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് വർക്ക് തന്നിട്ടുണ്ട്. ഇതൊക്കെയും എന്തിനെന്നറിയാമോ? മനുഷ്യരിൽ ഇൻവെസ്റ്റ് ചെയ്യണം, മറ്റുള്ളവരിൽ ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയാലും നമ്മൾ ചെയ്ത പ്രവൃത്തികൾ ചില വ്യക്തികളിൽ ജീവിച്ചു കൊണ്ടിരിക്കണം. സഹോദരങ്ങളെ, ഒരു കോമൺ ഫിനോമിനായ, ഒരു കോമൺ ടെൻഡൻസിയാണ് നമുക്ക് ഈ ലോകത്തിലുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലേ? ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ നാളുകളിൽ നമുക്ക് ലഭിച്ച സമയം, നമ്മുടെ ജോലി, നമ്മുടെ വിദ്യാഭ്യാസം, അതുപോലെ നമുക്ക് ലഭിച്ച സമ്പത്ത്, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ചിലർ അവരുടെ വീടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലർ വാഹനത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലർ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലർ എന്ത് ചെയ്തു വെച്ചാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലർ ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഡെപ്പോസിറ്റ്സ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലർ ജുവലറിയിൽ അല്ലെങ്കിൽ ആഭരണങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്തവരുണ്ട്. ഡിഫറെൻറ്റ് വേയിൽ വി ട്രൈ ടു ഇൻവെസ്റ്റ് അവർ ട്രഷേഴ്സ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഒബ്ജക്ട്സ്, ജീവനില്ലാത്ത. ശ്രദ്ധിക്കണം. മൈ ചിൽഡ്രൻ പേ യുവർ അറ്റൻഷൻ ടു മീ വെൻ ഐ എം സ്പീക്കിംഗ് ദീസ്. ജീവനില്ലാത്ത, ലൈഫ്ലെസ് ആയിരിക്കുന്ന ഒബ്ജക്റ്റുകളിലാണ് മോസ്റ്റ് ഓഫ് അസ്, അല്ലെങ്കിൽ മനുഷ്യൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നോക്കിയേ, ജുവലറിക്ക് ലൈഫ് ഉണ്ടോ? ദർ ഇസ് നോ ലൈഫ് ഇൻ ജുവലറി. There is no life in buildings. There is no life in real estate. There is no life in anything you say about. അതിനകത്തൊന്നും ലൈഫില്ല. ദാറ്റ് മീൻസ് ഒബ്ജക്ട്സ് ആണത്. ദേ ആർ ഒബ്ജക്ട്സ്. സോ ഈ ഒബ്ജക്ട്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. യു നോ, ഒബ്ജക്ട്സ് ആർ മെയ്ഡ് ടു ബി യൂസ്ഡ്. ഈ ലോകത്തിലുള്ള ഒബ്ജക്റ്റുകളെല്ലാം ഉപയോഗിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നിട്ടുള്ളതാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. ഈ ലോകത്തിലുള്ള ഏത് ഒബ്ജക്റ്റ് എടുത്താലും ഇറ്റ് ഈസ് ടു ബി യൂസ്ഡ് ഫോർ എ പീരീഡ് ഓഫ് ടൈം. കുറച്ച് നാളത്തേക്ക് നമ്മുടെ വീടോ വാഹനമോ ഈ ലോകത്ത് നമ്മൾ കാണുന്നത് എന്തോ ആയിക്കൊള്ളട്ടെ, കുറച്ച് കാലം ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഉപയോഗിക്കുവാൻ വേണ്ടി കർത്താവ് തന്നിരിക്കുന്നതാണ് ഒബ്ജക്ട്സ്. പക്ഷെ മനുഷ്യരെ എന്തിനാണ് തന്നിരിക്കുന്നതെന്ന് അറിയാമോ? ഉപയോഗിക്കാനല്ല, സ്നേഹിക്കാനാണ് തന്നിരിക്കുന്നത്. എൻ്റെ ഭാര്യയെ എനിക്ക് ദൈവം തന്നിരിക്കുന്നത് ഞാൻ അവളെ സ്നേഹിക്കാനാണ്. എൻ്റെ സഹോദരന്മാരെയും സഹോദരിമാരെയും കർത്താവ് എൻ്റെ ചുറ്റും തന്നിരിക്കുന്നത് അവരെ ഉപയോഗിക്കുവാനല്ല, അവരെ സ്നേഹിക്കാനാണ്. പക്ഷെ മനുഷ്യൻ്റെ സ്വഭാവം എന്തോന്നറിയാമോ? ഹി ലവ്സ് ദി ഒബ്ജക്റ്റ്, യൂസ് ദി പീപ്പിൾ. മനസ്സിലായല്ലോ? സാധനങ്ങളെ സ്നേഹിക്കും, ആളുകളെ ഉപയോഗിക്കും. അങ്ങനെയല്ലേ മനുഷ്യൻ ഇന്ന് ലോകത്തിലുള്ളത്? പക്ഷെ എങ്ങനെയാണ് വേണ്ടത്? ആളുകളെ സ്നേഹിക്കണം, സാധനങ്ങളെ ഉപയോഗിക്കണം. നമ്മൾ ഏതിനാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കുന്ന? മനുഷ്യർക്കാന്നോ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇവിടുന്ന് ആരും പറയരുത്. ഭാര്യയേക്കാൾ കൂടുതൽ സ്വത്തിനെ സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭർത്താവിനേക്കാൾ കൂടുതൽ സ്വത്തിനെ സ്നേഹിക്കുന്ന ഭാര്യമാരുണ്ട്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുവാൻ തക്കവണ്ണം ഒരു ചെറുപ്പക്കാരൻ ഒരുങ്ങുമ്പോൾ ഒരു പക്ഷേ അവൻ ആദ്യം നോക്കുന്ന ഒന്നുകിൽ അവളുടെ സൗന്ദര്യം നോക്കും, അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന ജോലിയിലെ വരുമാനം നോക്കും, അല്ലെങ്കിൽ അവളുടെ വിദ്യാഭ്യാസം നോക്കും, അല്ലെങ്കിൽ അവളുടെ കുടുംബ മഹിമ നോക്കും. അവൾ എങ്ങനെയാണെന്ന് നോക്കത്തില്ല. വാട്ട് ഈസ് ഹർ ക്യാരക്ടർ? അതുപോലെ ഒരു പെൺകുട്ടി
തനിക്ക് വേണ്ടി ഒരു പാർട്ണറിനെ, ഒരു 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 പുരുഷനെ അന്വേഷിക്കുമ്പോൾ, ഒരു ഭർത്താവിനെ അന്വേഷിക്കുമ്പോൾ അവനിലേക്ക് നോക്കുന്നവന്റെ ഹൃദയം എങ്ങനെയാണെന്നോ, അവൻ ദൈവഭയമുള്ളവനാണെന്നോ, ദൈവത്തെ സ്നേഹിക്കുന്നവനാണെന്നോ, ദൈവത്തെ അറിയുന്നവനാണെന്നോ, എന്നെ സ്നേഹിക്കുന്നവനാണെന്നോ നോക്കത്തില്ല. അവന് സ്വത്തുള്ളവനാണോ, നല്ല വണ്ടിയുള്ളവനാണോ, ഈസി എന്താ പറയുന്നത്, എൻ്റെ കൂടെ നടന്നാൽ നല്ല ഡിഫറെൻറ്റ്. എനിക്കറിയാം, നിങ്ങൾ ചിന്തിച്ച് നോക്ക്. ഞാൻ ഈ പറയുന്നതിനപ്പുറം ശരിയല്ലേ ഞാൻ ഈ പറയുന്നത്? അല്ലേ? ദാറ്റ് മീൻസ് നമ്മൾ അതിനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ഒബ്ജക്ട്സിന് വേണ്ടിയാണ്, നിക്ഷേപങ്ങൾക്ക് വേണ്ടിയാണ്. കാരണം നിക്ഷേപങ്ങളെ നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു. ഏറ്റവും കുറച്ച് സമയം നമ്മൾ ചെലവഴിക്കുന്ന ആളുകളുടെ കൂടെ. ഭാര്യയുടെ കൂടെ ഇരിക്കാൻ സമയമില്ല, മക്കളുടെ കൂടെ ഇരിക്കാൻ സമയമില്ല, സഹോദരങ്ങളോട് കൂട്ടായ്മ അനുഭവിക്കാൻ സമയമില്ല. കാരണം നമ്മൾ അവരെ അത്രയും സ്നേഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഹോദരങ്ങളെ, ഒബ്ജക്ട്സ് ആർ മെന്റ് ടു ബി യൂസ്ഡ്, ബട്ട് പേഴ്സൺസ് ആർ മെന്റ് ടു ബി ലവ്ഡ്, നോട്ട് ദി അതർ വേ. ഇന്ന് ലോകത്തിൻ്റെ ഗതി നോക്കുമ്പോൾ, അനേക ദൈവമക്കൾ എന്ന് പറയുന്നവരുടെ ഗതി നോക്കുമ്പോൾ അവരെന്ത് ചെയ്യുമെന്നറിയാമോ? ദേ ലവ് ഓബ്ജക്ട്സ് ആൻഡ് യൂസ് പീപ്പിൾ. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ആകരുത്. നമുക്ക് തന്നിരിക്കുന്ന കുറച്ച് സമയമേ ഉള്ളൂ. ഹല്ലേലൂയ. എങ്ങനെയൊക്കെ എൻ്റെ ജീവിതം മറ്റുള്ളവരിലേക്ക് എനിക്ക് പകരുവാൻ കഴിയുമോ? ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറ്റപ്പെട്ടാലും, ഹല്ലേലൂയ, ചില വ്യക്തികൾ, ഹല്ലേലൂയ, എനിക്ക് ദൈവം തന്ന അനുഗ്രഹത്തിൽ കർത്താവിനെ അറിയുവാൻ ഇടയാകണം. എൻ്റെ ജീവിതത്തിൽ അവർ കണ്ട ചില ക്വാളിറ്റീസ് അവരുടെ ജീവിതത്തെ മുമ്പോട്ട് നയിക്കുവാനൊക്കെ ഇടയാകണം. കർത്താവിൻ്റെ ശബ്ദം എന്നിലൂടെ കേട്ടത്, കർത്താവിൻ്റെ ജീവിതം എന്നിൽ അവർ കണ്ടത്, ഹല്ലേലൂയ, ചിലർക്ക് പ്രചോദനമായി മാറണം. സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെ ആയിരിക്കണം. God expects us to pour out our life to somebody. അതൊരു പക്ഷേ കുഞ്ഞുങ്ങളിലേക്കായിരിക്കാം, അതൊരു പക്ഷേ ഭാര്യയിലേക്കായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവിലേക്കായിരിക്കാം, അല്ലെങ്കിൽ സഭയിലുള്ള സഹോദരങ്ങളിലേക്കായിരിക്കാം, അതല്ലെങ്കിൽ ജോലിസ്ഥലത്ത് ചില വ്യക്തികളിലേക്കായിരിക്കാം. നമ്മുടെ ജീവിതം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണമുള്ളതാണ്. ആ പകർച്ചയിലാണ് നമുക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഒരാൾ പറയണം, ഈ മനുഷ്യൻ ജീവിച്ചിരുന്നത് എൻ്റെ ജീവിതത്തിന് എത്ര അനുഗ്രഹമായി തീർന്നു. നമ്മൾ അങ്ങനെ ചില ദൈവദാസന്മാരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ചിലരുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കുമ്പോൾ ആ വ്യക്തി ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എത്ര അനുഗ്രഹമായി തീർന്നു ഞങ്ങൾക്ക്, അല്ലേ? ചില സഹോദരിമാരെ കുറിച്ച് നമുക്കങ്ങനെ പറയാൻ കഴിയത്തില്ലേ? ആ സഹോദരി കാണിച്ചു തന്ന ജീവിത മാതൃക എത്ര അനുഗ്രഹമായിരുന്നു ഞങ്ങൾക്ക്. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ചില വ്യക്തികൾ നമ്മളെ ഓർക്കുവാൻ തക്കവണ്ണം ഇടയാകണം, നമ്മുടെ ജീവിതത്തെ പിൻപറ്റുവാൻ തക്കവണ്ണം ഇടയാകണം. pouring our life into the lives of other people. ഒരു വചനം ഞാനൊന്ന് എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫസ്റ്റ് തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൻ്റെ 7-8 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണമേ. ഫസ്റ്റ് തെസ്സലോനിക്കർ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം 7-8 വാക്യം. അപ്പോസ്തലനായ പൗലോസ് ദൈവസഭയോട് പറയുകയാണ്, ഒരു അമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. See, here is a personal relationship, a care this man of God has for others. ഈ ദൈവമനുഷ്യനിലേക്ക് നോക്കിയേ. ഈ ദൈവമനുഷ്യനും ആ ദൈവമനുഷ്യൻ്റെ കൂടെ ഉള്ളവരും അവരൊരു സാക്ഷ്യം പറയുകയാണ്, ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കരുതുന്നത് പോലെ ഞങ്ങൾക്ക് നിങ്ങളോട് ആർദ്രതയുള്ളതായിരുന്നു. എന്താ ഒരു അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധം? ഹല്ലേലൂയ. ഒരു കുഞ്ഞിന് അസുഖം വന്നു കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ അമ്മയ്ക്ക് അറിയാവുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ അവിടുത്തെ ഡോക്ടേഴ്സിന് അറിയാം, നേഴ്സസിന് അറിയാം, അല്ലേ? ഒരു പക്ഷേ അമ്മ ഈ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ അവിടുത്തെ ഡോക്ടേഴ്സ് മരുന്ന് കൊടുക്കും, അല്ലെങ്കിൽ നേഴ്സസ് മരുന്ന് കൊടുക്കും. ചിലപ്പം 1-to-1 കെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു നേഴ്സ് വേണേൽ 12 മണിക്കൂർ അവളുടെ ഡ്യൂട്ടി സമയം മുഴുവനും കുഞ്ഞിൻ്റെ കൂടി ഇരിക്കും. കുഞ്ഞിന് വേണ്ടതെല്ലാം വാരി കൊടുക്കും, അതിൻ്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യും, കൊണ്ടുപോയി കുളിപ്പിക്കും, എല്ലാം ചെയ്യും. ഒരമ്മ ചെയ്യുന്നത് മുഴുവനും ഈ നേഴ്സ് അല്ലെങ്കിൽ അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫ് ആ കുഞ്ഞിന് വേണ്ടി ചെയ്യും. പക്ഷെ ഒരു വ്യത്യാസം ഉണ്ടെന്ന് അറിയാമോ? സമയം കഴിയുമ്പോൾ അവർ പോയിട്ട് അടുത്തയാളിനെ ഏൽപ്പിക്കും. അതുമാത്രമല്ല, അവർ ചെയ്ത സമയമൊക്കെയും ഫോർ എ പേ, ഒരു പേയ്മെൻറ്റിന് വേണ്ടിയാണ് ചെയ്തത്. പക്ഷെ ഒരു അമ്മയുടെ കാര്യം എന്താണെന്നറിയാമോ? അമ്മയ്ക്ക് കൂടുതൽ അറിവുകളൊന്നുമില്ല, അമ്മയ്ക്ക് ചെയ്യുന്ന കാര്യത്തിനെല്ലാം ലിമിറ്റുണ്ട്. ബട്ട് ഷീ ഈസ് വില്ലിംഗ് ടു സ്റ്റേ ബാക്ക് ദ ഹോൾ നൈറ്റ് ഫോർ ദ ചൈൽഡ് വിത്തൗട്ട് എക്സ്പെക്ടിങ് എനിത്തിങ്. ഇത് ഒരമ്മയും വേറൊരാളുമായിട്ടൊരു ഹയർലിംഗുമായിട്ടുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഒരു കൂലിക്കാരിയും അമ്മയുമായിട്ടുള്ള ബന്ധം അതാണ്, വ്യത്യാസം അതാണ്. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ സ്വന്തം കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുമോ? ഇവിടെയുള്ള സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോട് ഞാനൊരു കാര്യം പറയട്ടെ. സഹോദരിമാരെ, നിങ്ങളുടെ അടുക്കലേക്ക്, സഹോദരന്മാരെ, നിങ്ങളുടെ അടുക്കലേക്ക് ചില കുഞ്ഞുങ്ങളെ കർത്താവ് അയച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞ് ഭാവിയിൽ എങ്ങനെയാകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളുമായി തീരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾ എന്തൊക്കെ ചെയ്യുവാൻ തയ്യാറാകുന്നുവോ അതുപോലെ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ഭാരമുണ്ടോ? ഇവിടെയുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കൂടപ്പിറപ്പുകളായിട്ടുള്ള ഹല്ലേലൂയ, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ നിന്ന് വന്ന നിങ്ങളുടെ ബയോളജിക്കൽ സിബ്ലിങ്സ്, കൂടപ്പിറപ്പുകൾക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ സ്വന്തം ക്രിസ്തുവിലുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് ചെയ്തു കൊടുക്കുവാനുള്ള ആഗ്രഹം നമുക്കുണ്ടോ? അവരെ സ്നേഹിക്കുന്നത് പോലെ സ്വന്തം ബയോളജിക്കലായിട്ടുള്ള സഹോദരന്മാരെ സ്നേഹിക്കുന്നത് പോലെ കൂടപ്പിറപ്പുകളെ കരുതുന്നത് പോലെ കരുതുവാൻ, ദൈവസഭയിലുള്ള സഹോദരങ്ങളെ കരുതുവാൻ തക്കവണ്ണം നമുക്കൊരു ഹൃദയമുണ്ടോ? അതുപോലെ തന്നെ നമ്മുടെ കൂടപ്പിറപ്പുകൾ എന്ത് തെറ്റ് നമ്മളോട് ചെയ്താലും, എത്രമാത്രം നമ്മളെ ഉപദ്രവിച്ചാലും, നമ്മളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞാലും കുറച്ച് നാൾ ഒരു പക്ഷേ നിങ്ങൾ പിണങ്ങിയിരുന്നേക്കാം, പിന്നെയും അത് കൂടപ്പിറപ്പുകളാണ് അല്ലേ? അവരോട് ക്ഷമിക്കുന്നത് പോലെ ദൈവസഭയിലുള്ള സഹോദരങ്ങളോട് ക്ഷമിക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇതാ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം പകരുക എന്ന് പറഞ്ഞാൽ അതാണ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരമ്മ കുഞ്ഞിനോട് ആർദ്രത കാണിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടുമുള്ളവരോട് ആർദ്രത കാണിക്കണം. നമ്മുടെ ജീവിതം അവരിലേക്ക് ഒഴുകണം. നമ്മുടെ ജീവിതം അവർക്ക് പകരമായി തീരണം. നമ്മുടെ യേശു കർത്താവ് ചെയ്തത് അതാ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സ്വർഗത്തിലെ സകല മഹത്വവും വെടിഞ്ഞ് അവിടുന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. And he poured out into his disciple. അവന്റെ ജീവിതത്തെ അവൻ ശിഷ്യന്മാരുടെ മേൽ അങ്ങ് പകർന്നു. അവർക്ക് വേണ്ടി മരിച്ചു, അവർക്ക് വേണ്ടിയല്ല. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന പോലെ ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരിലൂടെ വചനം കേട്ട് എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്കും വേണ്ടി കൂടെ ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവ് പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചത് അങ്ങനെ. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് എന്തോ പറഞ്ഞത്? എൻ്റെ ജീവൻ പാനീയമായി ഒഴിക്കപ്പെട്ടിരിക്കുന്നു, എൻ്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിക്കുന്നത് പോലെ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ ഒഴുക്കിയിരിക്കുന്നു. മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതും ജീവിതം അവരുടെ മേൽ പകരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് സഹോദരങ്ങളെ. മുമ്പേ ഞാൻ പറഞ്ഞ പോലെ ജീവിതം അവരുടെ മേൽ പകരുക എന്ന് പറഞ്ഞാൽ അവരുടെ നന്മ മാത്രം മുന്നിൽ കാണുക. കർത്താവേ, അവർ നിത്യതയിൽ എത്തണം. ഭൗതികമായി അത് ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോഴാണ് അവർക്ക് വേണ്ടി അധ്വാനിക്കുവാനായിട്ട് നമുക്ക് തോന്നുന്നത്. And we go an extra mile. ഒരു മൈലൂടെ എക്സ്ട്രാ നമ്മൾ പോകുന്നത് അങ്ങനെയാ. 2-ാമത്തെ വാക്യം 8-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു. See, he wanted to impart his life as well to them. അവരുമായിട്ട് അപ്പോസ്തലനുമായിട്ട് ഒരു ബന്ധവുമുള്ളവരല്ല കേട്ടോ. അവരുടെ ചാർച്ചക്കാരൊന്നുമല്ല, റിലേറ്റീവ്സ് ഒന്നുമല്ല. പക്ഷേ സ്വന്തം പ്രാണൻ സഹോദരങ്ങൾക്ക് വേണ്ടി വെച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ഈ ദൈവദാസന് ഒരുക്കമായിരുന്നു. കാരണം എന്ത്? ക്രിസ്തുവിൻ്റെ ആത്മാവാണ് അവനിൽ വസിച്ചത്. ക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ക്രിസ്തു മറ്റുള്ളവർക്ക് വേണ്ടി ഒഴുക്കപ്പെട്ടു, മറ്റുള്ളവർക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തുവിൻ്റെ ആത്മാവ് ആരിലേക്ക് കടന്നു വരുന്നുവോ അവരിലേക്ക് ആ ക്യാരക്ടർ കടന്നു വരും. അതാണ് ഈ അപ്പോസ്തലരും ഈ മിഷണറിമാരെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇംഗ്ലണ്ടിൻ്റെ സുഖങ്ങൾ വിട്ട്, അമേരിക്കയുടെ സുഖങ്ങൾ വിട്ട് ഈ നോർത്ത് ഇന്ത്യയിലേക്കും ഈ ഇറാഖിലേക്കും ഇറാനിലേക്കും അല്ലെങ്കിൽ പാകിസ്ഥാനിലേക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചൈനയുടെയോ നോർത്ത് കൊറിയയുടെയോ ഒക്കെ പ്രദേശങ്ങളിൽ ഈ മിഷണറിമാർ പോയി അവിടുത്തെ അടിയും ഒക്കെ കൊള്ളുന്നതും പീഡനമേൽക്കുന്നതും പട്ടിണി പോയി കിടക്കുന്നതും എന്താണെന്നറിയാമോ? അവരുടെ ഉള്ളിൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് വരുന്നു. പൗലോസ് പറയുന്ന പോലെ നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. നെസസിറ്റി ഈസ് ലെയ്ഡ് അപ്പോൺ മീ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നമ്മളിൽ എത്ര പേർക്ക് നിർബന്ധമുണ്ട്? നമ്മളിൽ എത്ര പേർക്ക് താല്പര്യമുണ്ട്? സ്നേഹിക്കുന്നതിൻ്റെ പ്രത്യേകത അതാ. അവർക്ക് വേണ്ടി നമ്മൾ ഒഴിക്കപ്പെടുവാൻ തക്കവണ്ണം തയ്യാറാക്കുക. നമ്മുടെ ലൈഫ് വി ആർ വില്ലിംഗ് ടു ഇമ്പാർട്ട് അവർ ലൈഫ് ടു അതേഴ്സ്. ഞാൻ ഈ കുഞ്ഞുങ്ങളോട് വചനം പറയുമ്പോൾ, ദൈവസഭയോട് വചനം പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം എൻ്റെ ലൈഫ് അവരിലേക്ക് ഒഴുകണമെന്നാണ്. എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം അതാ. എൻ്റെ ഹൃദയത്തിൽ കർത്താവ് തന്നിരിക്കുന്ന സന്തോഷം, ആ സ്നേഹം, ആ പ്രത്യാശ ഒന്നും മറച്ചു വയ്ക്കാതെ എന്നെ കേൾക്കുന്നവരിലേക്ക് അത് ഒഴുകണം. എന്നെക്കാൾ അധികം ദൈവകൃപയിൽ അവർ ഓരോരുത്തരുമാകണം. അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ഞാൻ ചില കാര്യങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങളെ എൻ്റെ മക്കളെ പോലെ അതിനേക്കാൾ അധികം ഞാൻ സ്നേഹിക്കുന്നവരുണ്ട്. കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ കേട്ടല്ലോ, ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും കല്ലറ കൊണ്ട് തീരും. നമ്മൾ ഈ ലോകത്ത് വില കൊടുക്കുന്ന ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ, ചേട്ടനെന്നും അനിയനെന്നും അപ്പനെന്നും അമ്മയെന്നും ഒക്കെ പറഞ്ഞ്. ഈ ബന്ധങ്ങളെല്ലാം കല്ലറ കൊണ്ട് തീരും. ഇത് ആദമിക് റിലേഷനാണ്, ആദാമിലുള്ള ബന്ധമാണ് അതൊക്കെ. പക്ഷെ ക്രിസ്തുവിനുള്ള ബന്ധം, ഇവിടെയായിരിക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, ഇത് ആദമിലുള്ള ബന്ധമല്ല, ഇത് ക്രിസ്തുവിനുള്ള ബന്ധമാണ്.
ഈ ബന്ധം നിത്യതയിൽ നിലനിൽക്കുന്ന ബന്ധമാണ്. അതുകൊണ്ട് അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ക്രിസ്തുവിനുള്ള ബന്ധത്തിനാണ്, ആത്മീയ ബന്ധത്തിനാണ്. പക്ഷെ നമ്മുടെ ഒന്നും ജീവിതത്തിൽ അതൊന്നും സംഭവിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാഴ്ചപ്പാടുകളില്ല, നമുക്ക് അറിയില്ല ഇതൊക്കെ. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. ഇവിടെ പറയുകയാണ് അപ്പോസ്തലൻ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രാണനെ വെച്ച് തരുവാൻ തക്കവണ്ണം ഹല്ലേലൂയ ഞങ്ങൾ ഒരുക്കമായിരുന്നു. ഹല്ലേലൂയ. കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? കർത്താവിൻ്റെ ജീവിതം കർത്താവ് അപ്പോസ്തലന്മാരിലേക്ക് കൊടുത്തു, അപ്പോസ്തലന്മാരിലേക്ക് പകർന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമാധാനത്തെ തരികയാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹാർട്ട് ഞാൻ നിങ്ങളുടെ മേൽ പകരുകയാണ്. അവൻ്റെ സ്വന്തം ആത്മാവിനെ നമ്മുടെ മേലേക്ക് പകർന്നു. എന്നിട്ട് അപ്പോസ്തലന്മാർ എന്ത് ചെയ്തെന്നറിയാമോ? അവർ ഈ ലോകത്തിൻ്റെ എവിടെയൊക്കെ കടന്നു പോയിട്ടുണ്ടോ അവിടെ നിറം നോക്കാതെ, ഉയരം നോക്കാതെ, ഗോത്രം നോക്കാതെ, സംസ്കാരം നോക്കാതെ, ഭാഷ നോക്കാതെ അവരിലുണ്ടായിരുന്ന ഈ ആത്മാവിനെയും ദൈവ തേജസ്സിനെയും അവരുടെയൊക്കെ പകർന്നു. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ചിന്തിച്ച് നോക്കിക്കേ. They could have stayed back in their own homeland and enjoy the rest of their life. അവിടെയൊക്കെ വേണമെങ്കിൽ പൗലോസിനെ കുറിച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, പൗലോസ് ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്ന മനുഷ്യന്, വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന മനുഷ്യനാ. പുള്ളിക്കാരൻ വേണമെങ്കിൽ തർശീശിൽ 2 കപ്പലൂടെ വാങ്ങിക്കാമായിരുന്നു. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭമൊക്കെ ലോകത്തിൽ പലയിടത്തും മിഷണറി വർക്കിനൊക്കെ അയച്ചു കൊടുത്തിട്ട് സുഖമായിട്ട് തനിക്ക് അവിടെ ജീവിക്കാമായിരുന്നു ഒരു ബിസിനസ്സുകാരനായിട്ട്, ഇല്ലേ? കർത്താവ് വിളിച്ചപ്പോൾ കർത്താവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി തങ്ങളുടെ ജീവനെ പകരുവാൻ തക്കവണ്ണം അവർ എണീറ്റ്. നമുക്ക് ആ പകർച്ച കൊടുക്കുന്നുണ്ടോ? നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷകളിൽ, നമ്മളെ വിളിച്ചിരിക്കുന്ന വിളിയിൽ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി ഞാനൊന്ന് പകരുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ, ഈ മെസ്സേജ് വളരെ ശക്തമായ ഒരു മെസ്സേജാണ്. ഇന്നത്തെ രാത്രി, ഇന്നത്തെ പകൽക്കാലം, ഉച്ച കഴിഞ്ഞ് പലരും ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ ക്ഷീണത്തിലിരിക്കുകയാണെങ്കിലും ആ ഒരു ആലസ്യത്തിൽ നമ്മളായി പോകരുത്. ശക്തമായൊരു മെസ്സേജാണ്. നമ്മുടെ ജീവിതം മറ്റുള്ളവരിലേക്ക് ഒഴുകണം. ആ ഒഴുക്കിലാണ്, ആ ജീവിതം ഒഴുക്കി പോകുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. കർത്താവേ, ഞാൻ എൻ്റെ ശരീരത്തിൽ ക്ഷയിച്ചു കൊണ്ടിരുന്നാലും, ഹല്ലേലൂയ, അവസാന നാളിലേക്ക് ഞാൻ അടുത്തുകൊണ്ടിരുന്നാലും എൻ്റെ ജീവിതം ഞാൻ പകർന്നുകൊണ്ടിരിക്കുക മറ്റുള്ളവരിലേക്ക്. അമേസിങ്. മറ്റുള്ളവരിലേക്ക് ഞാൻ എൻ്റെ ജീവിതം കൊടുത്തുകൊണ്ടിരിക്കുക. ഏതൊക്കെ മുഖാന്തരങ്ങൾ എൻ്റെ ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നുവോ, നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നുവോ, ആ മുഖാന്തരങ്ങളിലൂടെ കർത്താവിൻ്റെ ജനത്തിനു വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, ലോകത്തിനു വേണ്ടി ജീവിപ്പാനായി നമ്മൾ തയ്യാറാവണം. ഇതുവരെ അതിന് കഴിഞ്ഞില്ലെങ്കിൽ മുന്നോട്ടുള്ള സമയം അതിനായിട്ട് തയ്യാറാകണം. അതിനുള്ള ചില വഴികൾ നമുക്ക് കേൾക്കാം ഇപ്പം അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ. ഹല്ലേലൂയ. നമ്മൾ മറന്നു പോകരുത്. യോഹന്നാന്റെ സുവിശേഷം 12:24 നമുക്ക് എല്ലാവർക്കും അറിയാമെന്നൊരു കാര്യം വചനം എഴുതിയിരിക്കുന്നു. കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ അധികം ഫലം കായ്ക്കും. അങ്ങനെ എഴുതിയിരിക്കുന്നു അല്ലേ? കോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ തനിയെ ഇരിക്കും. ഹല്ലേലൂയ. ഒരു കോതമ്പ് മണി വേണമെങ്കിൽ എത്ര വർഷം ഇരിക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ വർഷങ്ങളോളം ഇരിക്കും കോതമ്പ് മണി. അതുപോലെ തന്നെ ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. കോതമ്പ് മണിയായിട്ട് ഇരിക്കുന്ന ഇന്ന് കണ്ടാലും നമ്മളതിനെ കോതമ്പ് മണി എന്ന് വിളിക്കും. 15 വർഷം കഴിഞ്ഞ് കണ്ടാലും പറയും ഹലോ കോതമ്പ് മണി, നമ്മൾ വിളിക്കും. കോതമ്പ് മണിയായിട്ട് തന്നെ ആയിരിക്കും, ഒരു കുഴപ്പവും വരത്തില്ല. പക്ഷേ എപ്പോഴെങ്കിലും ആ കോതമ്പ് മണി നിലത്തേക്കൊന്ന് വീഴാനിടയായാൽ, മണ്ണിലേക്കൊന്ന് വീഴാനിടയായാൽ അതിൻ്റെ രൂപം മാറും, അതിൻ്റെ ഭാവം മാറും, അതിൻ്റെ ഷേപ്പ് മാറും. അതില്ലാതെയായിട്ട് അതിൻ്റെ സ്ഥാനത്ത് മറ്റൊന്നുണ്ടാകും. ഒരു അമേസിങ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. എന്താണെന്നറിയാമോ? അനേക കോതമ്പുകളെ കൈകളിൽ വഹിക്കുന്ന ഒരു ചെടി അവിടെ ഉണ്ടാകും. അതായത് ഈ കോതമ്പ് മണിയുടെ ജീവിതം അനേക കോതമ്പ് മണികളിലേക്ക് പകരപ്പെടുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, കർത്താവ് തന്ന ഉപദേശമാണ് നമ്മൾ കോതമ്പ് മണിയെ പോലെ ആകണമെന്നാണ്. നീ നിന്റെ ജീവനെ സ്നേഹിക്കരുതെന്ന. ഒരുവൻ തൻ്റെ ജീവനെ സ്നേഹിക്ക് വലിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ നേടും. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്തുകൊണ്ടാണെന്നറിയാമോ നമുക്ക് സന്തോഷമില്ലാത്തത്? നമ്മൾ സ്വാർത്ഥരായതുകൊണ്ടാണ്. വി ആർ ലിവിങ് ഫോർ അവർ സെൽഫ്. എന്തെനിക്ക് കിട്ടും, എന്തെനിക്ക് നേടാൻ കഴിയും, എന്തെൻ്റെ മക്കൾക്ക് നേടുവാൻ കഴിയും, ഹല്ലേലൂയ, എൻ്റേത് എനിക്കിതൊന്നും പോരാ, അതൂടെ. നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹം അതാ അല്ലേ? പണ്ട് കഥ കേട്ടിട്ടുണ്ട്. കഥയൊന്നും പറയാനുള്ള സമയമില്ലെങ്കിലും ഒരു കഥ അങ്ങ് പറയാം ഞാൻ. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു രാജാവിൻ്റെ അടുത്ത് രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഒരു സ്പെഷ്യൽ ഡിക്ലറേഷൻ കൊടുത്തു. എന്തോന്നറിയാമോ? നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ദിവസം ഞാനൊരു വലിയ ഗിഫ്റ്റ് ചെയ്യാൻ പോകാം. അങ്ങനെ കുറച്ച് പേര് രാജാവിൻ്റെ അടുത്ത് വന്നു. അങ്ങനെ അത് വന്ന് 2 പേര് പറഞ്ഞു, രാജാവേ ഞങ്ങൾക്ക് എന്ത് തരുമെന്ന്. രാജാവ് പറഞ്ഞു, നിങ്ങൾ രാവിലെ മുതൽ ഇറങ്ങി നടന്നു, നിങ്ങൾ എത്രമാത്രം സ്ഥലം നടന്നെടുക്കുന്നു അത് മൊത്തം നിങ്ങളുടേതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഇത് കൊച്ചു പിള്ളേർക്ക് അറിയാവുന്നത്, ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷേ എങ്കിലും ഒരു ചെറിയ മീനിങ് അതിനകത്തുണ്ട്, അത് പറയാനാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരാൾ നടക്കാൻ ആരംഭിച്ചു.
രാവിലെ മുതൽ നടക്കുക. നടന്ന് 1 മണിക്കൂർ നടന്ന്, 2 മണിക്കൂർ നടന്ന്, 3 മണിക്കൂർ നടന്ന്, തിരിഞ്ഞു നോക്കുമ്പോൾ ഇഷ്ടം പോലെ ഏക്കറായി. പക്ഷെ എന്നാലും മനസ്സ് വരുന്നില്ല. സന്ധ്യ വരെ നടക്കാവുന്നത്രത്തോളം എനിക്ക് നടക്കാം. രാജാവ് പറഞ്ഞു, എത്രമാത്രം നിനക്ക് നടക്കാൻ പറ്റുമോ അത്രയും ഏറിയ നിൻ്റേതെന്ന്. ഓടിച്ചൻ നടന്ന് ചായ കുടിക്കാൻ നിൽക്കത്തില്ല, കാപ്പി കുടിക്കാനും നിൽക്കത്തില്ല, ഓട്ടമാ. ഓടി നടന്നാലും പോരാ, ഓടാമല്ലോ. ഇഷ്ടംപോലെ ഓടി. മറ്റവൻ എന്ത് ചെയ്യുന്നറിയാമോ? കുറേ നേരം ഓടി കാല് കഴിച്ചിട്ട് പറഞ്ഞു, ഇത് മതി, എനിക്ക് ഇത്രയും മതി. മറ്റേ പുള്ളിക്കാരൻ ഓടിക്കൊണ്ടിരുന്നു. സന്ധ്യയാകാൻ നേരം നോക്കുമ്പോൾ ഇനിയുണ്ട് 1/2 മണിക്കൂറുണ്ട്, കുറച്ചുകൂടെ ഓടാം. അവസാനം ഓടിപ്പോയി നിന്നു. വൈകിട്ട് എന്ത് സംഭവിച്ചതെന്നറിയാമോ? ഒരാൾ തിരിച്ചു വന്നു, മറ്റേയാൾ എന്ത് ചെയ്യും? പോയി. രാജാവ് സേവകന്മാരോട് ചോദിച്ചു, അവർക്ക് എത്ര സ്ഥലം വീതം കൊടുക്കണം? അപ്പോൾ ആദ്യത്തെ ആളിന് പറഞ്ഞു ഇത്രയും കൊടുക്കണം. മറ്റേ ആളിനോ 1 6 അടി മണ്ണ് കൊടുത്താൽ മതി, പുള്ളിയുടെ കാര്യം നടക്കും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇത് ചെറിയ പഴയ അപ്പച്ചന്മാരൊക്കെ പറഞ്ഞിട്ടുള്ള കഥയാണെങ്കിലും ഇതിനകത്തൊരു വലിയ സംഭവമുണ്ട്. നമുക്ക് ആർക്കും നിൽക്കാൻ സമയമില്ല, നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. 1 മണിക്കൂർ കൂടെ ചെയ്താലൊരു 25 പൗണ്ട് കൂടെ വരുമല്ലോ, അല്ലേ? ഒരു ദിവസം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇത്രയും കൂടെ വരുമല്ലോ. ആരോഗ്യം നഷ്ടപ്പെടുത്തി, സ്വസ്ഥത നഷ്ടപ്പെടുത്തി, സമാധാനം നഷ്ടപ്പെടുത്തി, എണീറ്റ് നടക്കാൻ നമുക്ക് വയ്യ. എങ്കിലും ഓട്ടമാ. എന്തിനാർക്ക് വേണ്ടി? സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മുടെ കണ്ണുകൾ തുറക്കുക. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് ഓടുന്നതെങ്കിലുണ്ടല്ലോ, ഓടേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് വേണ്ടി അവർ നേടിക്കോളും കേട്ടോ. അവർ വലുതാക്കുന്ന പറഞ്ഞേ, നമുക്ക് 10, 65, 70 വയസ്സൊക്കെ ആകുമ്പോൾ അവരോട് പറയാം, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒത്തിരി ഓടിയതാണ്. പിള്ളേർ പറയും, ആർക്ക് വേണ്ടി ഓടിയെന്നായി മമ്മി പറയുന്നത്? പപ്പ കുറേ നേരം കൊണ്ട് പറയുന്നല്ലോ ഓടിയെന്ന്. ആര് ഓടിയെന്നായി പറയുന്നത്? എവിടെ ഓടിയെന്നായി പറയുന്നത്? They don't care. My brothers, my sisters, they don't care about you. ഹല്ലേലൂയ. അങ്ങനെ കെയറൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടുത്തെ നേഴ്സിംഗ് ഹോമുകളുടെ എണ്ണം ഒന്നും കൂടത്തില്ലായിരുന്നു. ഇപ്പം നാട്ടിലെ നേഴ്സിംഗ് ഹോമുകൾ കൂടിക്കൊണ്ടിരിക്കുക, അല്ലേ? ഞാൻ ആ ഭാഗത്തേക്ക് ഒത്തിരി ഒന്നും പോകുന്നില്ല. അധികം താമസിച്ചിട്ടില്ല നമ്മുടെ ബുദ്ധി വർക്ക് ചെയ്യാൻ വേണ്ടി. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും സഹോദരങ്ങളെ. നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലൂടെ നിങ്ങളിലൂടെ നിവർത്തിക്കും. ഹല്ലേലൂയ. ട്രൈ ഇൻവെസ്റ്റിംഗ് ഇൻ അതേഴ്സ്. ഞാൻ അവിടെയൊക്കെ വരാം. ഹല്ലേലൂയ. ഒരു കോതമ്പം പണി പോലെ നിലത്തേക്ക് വീഴുവാൻ നമ്മൾ തയ്യാറാകണം. നമ്മുടെ ജീവിതം മറ്റുള്ളവരിലേക്ക് പകരുവാൻ തക്കവണ്ണം തയ്യാറാകണം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസിന് എതിരെ യഹൂദന്മാരെല്ലാം കൂടെ എഴുന്നേറ്റു. എഴുന്നേറ്റത് അപ്പോസ്തലനായ പൗലോസ് കൺവേർട്ടായ സമയം, മാനസാന്തരപ്പെട്ട് പുതിയ വിശ്വാസത്തിലേക്ക് വന്ന് തീഷ്ണതയോടെ വന്ന ആ സമയത്താണ് യഹൂദന്മാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. കാരണം അവരുടെ കൂടെ നിന്ന് ഒരുത്തൻ, അവരുടെ റബിയായിരുന്ന ഒരു മനുഷ്യൻ ഇപ്പോഴിതാ നേരെ തിരിഞ്ഞ് അവൻ ആരെ ഉപദ്രവിച്ചിരുന്നോ ആ ഉപദ്രവിച്ചവനെ ഇപ്പം ദൈവമാണെന്നും ക്രിസ്തുവാകുന്നു പറഞ്ഞു ഉയർത്തിക്കൊണ്ട് നടക്കുന്നത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ട് they wanted to kill him somehow. എങ്ങനെയെങ്കിലും അപ്പോസ്തലനെ കൊല്ലണമെന്നും പറഞ്ഞ് അവന് വേണ്ടി പതിയിരിക്കുക. അപ്പോഴേ നമ്മളവിടെ വായിക്കുന്നുണ്ട് 9-ാം അധ്യായത്തിൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും ചില സഹോദരങ്ങൾ എന്തോ ചെയ്തെന്ന് അറിയാമോ? അപ്പോസ്തലനായ പൗലോസിനെ ഒരു കൊട്ടയ്ക്കകത്താക്കിയിട്ട് മതിലിൻ്റെ വഴിയായിട്ട് പട്ടണത്തിന് വെളിയിലേക്ക് ഇറക്കി കൊടുത്തു. കാരണം പട്ടണം അടച്ചുപൂട്ടിരിക്കും. ഇന്നത്തെ കൂട്ടല്ലല്ലോ, പട്ടണത്തിന് അതിന് ചുറ്റും മതിലുകളുണ്ട്, പട്ടണവാതിലുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പട്ടണത്തിൽ നിന്ന് പുറത്ത് വരണമെന്നുണ്ടെങ്കിൽ ഈ വാതിൽക്ക് കൂടെ വരണം. വാതിലൂടെ വന്നു കഴിഞ്ഞാൽ വാതിലിൽ ആൾക്കാർ നിൽക്കുക, പൗലോസ് അതിലേക്കൂടെ വരുമെന്നെ പിടിക്കാൻ വേണ്ടി. അപ്പോൾ പൗലോസിന് രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. അപ്പോൾ സഹോദരങ്ങൾ എന്താ ചെയ്യുന്നറിയാമോ? ഒരു വലിയ ബസ്ക്കറ്റിനകത്ത് പൗലോസിനെ കയറ്റിയിരുത്തിയിട്ട് കയറുകൊണ്ട് പിടിച്ച് ഈ പട്ടണത്തിൻ്റെ മതിലിൻ്റെ ഒരു സൈഡിൽ കൂടെ ഇറക്കി പൊക്കോളാൻ പറഞ്ഞു. നിങ്ങളോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ആ സഹോദരങ്ങൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? പൗലോസിനെ യഹൂദന്മാർ പിടിച്ചേനെയും യഹൂദന്മാർ കൊന്നേനെയും. കൊന്നിരുന്നെങ്കിലോ എന്താ സംഭവിക്കുക? പൗലോസ് ചെയ്ത ശുശ്രൂഷകൾ ആര് ചെയ്യും? ഞാൻ ഒരു കാര്യമാണ് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ സഹോദരന്മാർ സ്വയം റിസ്ക് എടുത്തിട്ട് അവരുടെ ലൈഫിനെ പോലും പണയം വെച്ച് ഈ ഒരു ദൈവദാസനെ സഹായിക്കുവാൻ തക്കവണ്ണം, ഒരു ദൈവദാസനെ കർത്താവിൻ്റെ വേലയിൽ കൈത്താങ്ങുവാൻ തക്കവണ്ണം, ഉത്സാഹത്തിനു വേണ്ടി ശത്രു ആ ദൈവദാസനെതിരെ വന്നപ്പോൾ അവനോട് കൂടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുവാനും അവനോട് കൂടെ പ്രൊട്ടക്ട് ചെയ്യുവാനും തക്കവണ്ണം അവർ തയ്യാറായതുകൊണ്ട് പൗലോസിന് എന്ത് ചെയ്യുവാൻ പറ്റിയെന്നറിയാമോ? തൻ്റെ ശുശ്രൂഷകളെ മുന്നോട്ട് നിവർത്തിക്കുവാനായിട്ട് പറ്റി. പക്ഷെ ഒരു കാര്യം നോക്കണം, ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഹോൾഡ് ദ റോപ്പ് ഫോർ അനദർ സെർവൻ്റ് ഓഫ് ഗാഡ്. മറ്റൊരു ദൈവദാസന് വേണ്ടി കയറ് പിടിക്കുക എന്ന് പറഞ്ഞാൽ, മറ്റൊരു ദൈവദാസനെ താഴേക്ക് ഇറക്കുവാൻ തക്കവണ്ണം കയറ് പിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഈസി. നമ്മുടെ കൈയൊക്കെ പൊട്ടും. ഹല്ലേലൂയ.
ഇതാ ജീവിതം പകരുക എന്ന് പറഞ്ഞാൽ. എനിക്ക് ചെയ്യുവാൻ കഴിയാത്തത് മറ്റൊരു ദൈവദാസൻ ചെയ്യുമ്പോൾ, മറ്റു ചിലർ ചെയ്യുന്നത് കാണുമ്പോൾ എന്നെ കൊണ്ട് കഴിയുന്നത് അവരുടെ പിന്നിൽ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുക. ദാറ്റ് ഈസ് ഹൗ ഐ ആം പാർട്ടിങ് മൈ ലൈഫ് ടു ദം. എന്റെ ജീവിതം അവരിലേക്ക് പകരുന്നത് അങ്ങനെയാ സഹോദര സഹോദരി. നമുക്ക് ചെയ്യുവാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. അതിനുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടായിരിക്കത്തില്ല, അതിനുള്ള കോളിംഗ് നമുക്ക് കാണത്തില്ലായിരിക്കാം, അതിനുള്ള ഗിഫ്റ്റുകൾ നമുക്കില്ലായിരിക്കും. പക്ഷെ ആ കോളിംഗ് ഉള്ളവർ, ആ ഗിഫ്റ്റ് ഉള്ളവർ, നാം ആഗ്രഹിച്ചതുപോലെ നമുക്ക് തന്ന ദർശനപ്രകാരം നീങ്ങുന്നത് കാണുമ്പോൾ അവരോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയും അവർക്ക് കൈത്താങ്ങായി നിൽക്കുകയും അവർ കിണറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റെവിടേക്കും പോകുന്നെങ്കിൽ ആ റോപ്പ് വലിക്കുവാൻ തക്കവണ്ണം, അവരെ സപ്പോർട്ട് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ തയ്യാറാകണം. ദിസ് ഈസ് ഇമ്പാർട്ടിങ് അവർ ലൈഫ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? അനുദിനം നമ്മൾ അറിയാത്ത ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിനകത്തുണ്ട്. ഇതൊന്നും നഷ്ടമായി പോകത്തില്ലെന്നുള്ളൊരു സന്തോഷം. ഹല്ലേലൂയ. ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരിലേക്ക് നിങ്ങളൊന്ന് നോക്ക്. അവർക്ക് എന്ത് സന്തോഷമാണുള്ളത്? അധ്വാനിച്ച് വന്ന് 2 പെക്കോ 3 പെക്കോ 4 പെക്കോ അടിച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. ബോധം മറയുവോളം ഉറങ്ങിട്ട് രാവിലെ ഹാങ് ഓവർ തീരുന്നതുകൊണ്ട് എഴുന്നേക്കും. അപ്പോഴത്തേക്ക് രാവിലെ 5-6 മണിയാവും. രാത്രി സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ചിലർ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാൽ കിടന്നുറങ്ങുന്നത്, ഉറക്ക ഗുളിക കഴിച്ചിട്ട് കിടന്നുറങ്ങും. രാത്രിയിൽ ഉറക്കമില്ല. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ലോകത്തിൽ അങ്ങനെ ജീവിക്കുന്നവർക്ക് സ്വസ്ഥതയും സമാധാനവും സന്തോഷവുമില്ല. നിന്റെ ഹൃദയത്തിൽ സന്തോഷം കിട്ടണമെന്നുണ്ടെങ്കിൽ യു മസ്റ്റ് ലിവ് ഫോർ എ പർപ്പസ്. മുമ്പേ കേട്ടതുപോലെ ഒരു പർപ്പസിന് വേണ്ടി ജീവിക്കണം. നിത്യമായി നിലനിൽക്കുന്ന ഒരു വിഷയത്തിന്റെ കൂട്ടാളിയായി നീ മാറണം. Become a co-worker with someone who is working for the kingdom of God. നമ്മൾ മറന്നു പോകരുത് സഹോദരങ്ങളെ. ജോഷുവയുടെ പുസ്തകത്തിൽ മനോഹരമായ ഒരു എക്സാമ്പിൾ നമ്മളെ കാണിക്കുന്നുണ്ട്. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ബുക്ക് ഓഫ് ജോഷുവ ചാപ്റ്റർ 2-ൽ നമ്മൾ വായിക്കുമ്പം അവിടെ നമുക്കറിയാം ജോഷുവ എന്ത് ചെയ്യുന്നറിയാമോ? 2 സ്പൈസിനെ he chose 2 spies to spy over Jericho. ജെറിഹോ പട്ടണം ഉറ്റുനോക്കുന്നതിന് വേണ്ടി 2 സ്പൈസിനെ who sent? Joshua sent forth. ഈ 2 സ്പൈകൾ എന്ത് ചെയ്യുന്നറിയാമോ? ഒന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ഞാൻ ചെയ്യുന്നില്ല. കാരണം ഈ ദൈവജനത്തെയും കൊണ്ട് കനാൻ ദേശത്തേക്ക് പോവുകയാണ്. ആ ലക്ഷ്യത്തിലാണ് യെരിഹോ മതിൽ വരുന്നത്. ഓരോ ദേശത്തെയും പിടിച്ചടക്കി അല്ലെങ്കിൽ ആ ദേശത്തിൽ പിടിച്ചടക്കുന്നില്ല. ചിലർ ആ ദേശത്തൂടെ കടന്നു പോകുവാൻ അനുവദിക്കുന്നുവെങ്കിൽ അവരെ ഉപദ്രവിക്കാതെ ആ ദേശത്തിലൂടെ അവർ കടന്നു പോകും. എതിരെ നിൽക്കുന്നവരോട് മാത്രമേ യുദ്ധത്തിന് അവർ പോകുന്നുള്ളൂ. അങ്ങനെയുള്ള യാത്രയിലാണ് ഈ ജെറിക്കോ വന്നത്. അപ്പോൾ ജെറിക്കോയിൽ വലിയ മതിലാണ്. ജെറിക്കോ മതിലിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂറ്റൻ മതിലാണ്. ആ മതിലിൻ്റെ മുകളിൽ പോലും ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു. എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. ഐറോണിക്കലാണോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ജെറിക്കോ മതിലിനെ കുറിച്ച് പഠിച്ചപ്പോൾ അതിനകത്ത് ആരോ ഒരാൾ എഴുതിയിരിക്കുന്നത് വായിക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിൻ്റെ മുകളിൽ 6 രഥങ്ങൾ ഒരേ സമയത്ത് ഓടാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് വിട്ടുണ്ടായിരുന്നെന്ന്, വീതി ഉണ്ടായിരുന്നെന്ന്. യെരിഹോ മതിലിൻ്റെ മുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നെന്ന്. അപ്പൊ അത്രയും ഹ്യൂജായിരിക്കുന്ന ഒരു വാളിനെ തകർത്തിട്ട് പട്ടണത്തിൽ കൂടെ പോകാൻ പറ്റുമോ ആർക്കേലും? ഇപ്പൊ ജോഷുവ എന്ത് ചെയ്യുന്ന വെച്ചാൽ 2 പേരെ സ്പൈ ചെയ്യുവാൻ വേണ്ടി വിട്ടു. നിങ്ങൾ പോയി വിവരങ്ങൾ അറിഞ്ഞിട്ട് തിരിച്ചു വരണം. പക്ഷേ ഈ സ്പൈ ചെയ്യാൻ പോയവർ അവിടെ എത്തിയപ്പോഴത്തേക്ക് ജെറിഹോവിലുള്ളവർക്ക് മനസ്സിലായി ഇവിടെ ഇസ്രായേലിൻ്റെ സ്പൈസ് വന്നിട്ടുണ്ടെന്ന്. ഈ പട്ടണത്തിൻ്റെ ബലഹീനത, വീക്ക്നെസ് കാണാനും അതിൻ്റെ വീക്ക് ഏരിയാസ് കണ്ടുപിടിക്കുവാനും തക്കവണ്ണം ഇവിടെ ചാരന്മാർ വന്നിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായിട്ട് ഇവരെ പിടിച്ച് കൊല്ലുന്നതിന് മുമ്പ് അവർ രക്ഷപ്പെട്ട് എത്തിയത് എവിടെയാണെന്നറിയാമോ? രാഹാബ് എന്ന് പറഞ്ഞ ഒരു വേശ്യയുടെ വീട്ടിലെത്തിയത്. അവളെ മതിലിൻ്റെ മുകളിൽ താമസിച്ചിരുന്നവളാണെന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഈ 2 പുരുഷന്മാർ അവിടെ എത്തി. കാരണം ഒരു വേശ്യയുടെ വീടായതുകൊണ്ട് ആരവിടെ വരുന്നു ആര് പോകുന്നു എന്നുള്ളത് ആരും മൈൻഡ് ചെയ്യത്തില്ല. കാരണം ഒത്തിരി പേര് വരികയും പോവുകയും ചെയ്യുന്ന വീടാണ്. So nobody will pay a special attention there because you know that she is known for something bad, evil. അങ്ങനെ ഇവരവിടെ വന്നു. ഈ സ്ത്രീ എന്ത് ചെയ്തെന്നറിയാമോ? ഈ സ്ത്രീ ദൈവത്തെ ഭയന്നിട്ട് അവർ ഇസ്രായേലിലാണെന്ന് ഭയന്നിട്ട് അവൾ ഇവരോട് പറയുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഭീതി ഞങ്ങളുടെ മേൽ വീണിരിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. അവൾ ദൈവത്തെ ഭയപ്പെടുന്നവളായി. ദൈവത്തിന്റെ ദാസന്മാരാണെന്ന് കണ്ടിട്ട് അവൾ എന്ത് ചെയ്യുന്നറിയാമോ? അവരെ ഒളിപ്പിച്ചു വെച്ചു. എന്നിട്ട് അവരെ രക്ഷപ്പെടുവാൻ തക്കവണ്ണം പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെ തന്നെ അവൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഇവൾക്ക് ഇവരെ 2 പേരെയും കൂടെ പിടിച്ചിട്ട് യെരിഹോവിന്റെ രാജാവിനെ ഏൽപ്പിക്കാമായിരുന്നു. രാജാവിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരു നല്ല പത്മശ്രീ ഒക്കെ കിട്ടിയേനെയായിരുന്നു അല്ലേ? അല്ലെങ്കിൽ ഭാരതരത്ന, ഇന്ത്യയിലുള്ള പോലെ ഭാരതരത്ന എന്തെങ്കിലുമൊക്കെ ഭാരതരത്ന മരിച്ചുപോയവർക്കാന്ന് തോന്നുന്നു കൊടുക്കുന്നത്, എനിക്കറിയില്ല, ഓർമ്മയില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ വലിയ അവാർഡുകളൊക്കെ കിട്ടുമായിരുന്നു. അത് മാത്രമല്ല നല്ല സ്വത്ത് കിട്ടിയേനേമായിരുന്നു, രാജാവിൻ്റെ തൊട്ടടുത്ത ആളായനേമായിരുന്നു. ഇതൊന്നും അവൾ നോക്കിയില്ല. അവൾ ദൈവത്തെ ഭയപ്പെട്ടു.
ദൈവദാസന്മാരെന്ന് കണ്ടിട്ട് അവരെ രക്ഷിക്കും, അവരെ ഒളിപ്പിച്ചു വെച്ചു, പിന്നെ അവരെ ഇറക്കി വിടുന്നതായിട്ട് നമ്മൾ കാണുവാനായിട്ട് കഴിയുന്നു. അതുകൊണ്ട് എന്ത് ചെയ്തു നിങ്ങൾക്കറിയാമോ? അതുകൊണ്ട് എന്താ സംഭവിച്ചത്? ബിക്കോസ് ഷീ ടുക്ക് ദ റിസ്ക് ടു സേവ് ദം. ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവളിങ്ങനെ ചെയ്തത് അവിടുത്തെ രാജാവ് അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ അറിയാമോ? അയൽവക്കത്തുള്ള നെയ്ബേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്ത് ചെയ്യുക? അവർ രാജാവിനോട് പറയും, അവിടുത്തെ ആളുകളോട് പറഞ്ഞാൽ എല്ലാവരും കൂടി ആരെ കൊല്ലും? രാഹാബ് will be killed. പക്ഷേ she took the risk. That means she poured her life into the lives of those two people. ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നറിയാം? ഈ രാഹാബിനെ സാൽമൻ എന്ന് പറയുന്ന ഒരാൾ വിവാഹം കഴിച്ചു. ഈ സൽമോനിലൂടെ രാഹാബിനുണ്ടായ മകനാണ് ബോവസ്, രൂത്തിന്റെ ഹസ്ബൻഡായ ബോവസ്. ആ ബോവസിന്റെ മകനാണ് ഒബേദ്. ആ ഒബേദിന്റെ മകനാണ് ഇശായി. ആ ഇശായിയുടെ മകനാണ് രാജാവ് ദാവീദ്. കർത്താവിൻ്റെ വംശാവലിയിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ വംശാവലി, ജിനിയോളജി ഓഫ് ക്രൈസ്റ്റ് നമ്മൾ പഠിക്കുമ്പോൾ അതിനകത്ത് രാഹാബുണ്ട്. എന്തുകൊണ്ട്? ഷീ poured her life for the cause of God into the lives of other two people. Amazing അല്ലേ? അവൾ അത് ചെയ്യാതെ ഇവരെ രണ്ടുപേരെയും കൂടെ പിടിച്ച് അവിടുത്തെ രാജാവിന് കൊടുത്തിരുന്നെങ്കിൽ രാജാവ് അവരെ കൊന്നേനുമായിരുന്നു, ഇവൾക്ക് നല്ല പാരിതോഷികങ്ങളൊക്കെ കൊടുത്തേനുമായിരുന്നു, അവൾ കുറച്ച് നാൾ ജീവിച്ചേനെ, വേശ്യയായിട്ട് തന്നെ അവൾ മരിച്ചേനുമായിരുന്നു. ഇന്നോ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വംശാവലിയിൽ ഒരു ഭാഗമായി വേശ്യയായ രാഹാബ് തീർന്നു. ഇന്ന് നമ്മളൊരു വേശ്യയല്ല, ദൈവത്തിൻ്റെ ദാസിയ. Because of our attitude in pouring our life for the cause of God into the lives of other servants of God, whether man or woman. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിൻ്റെ വേലയിൽ, കർത്താവിൻ്റെ സേവയിൽ ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടത് ഇതാണ്. നിത്യമായി നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടി അധ്വാനിക്കുന്ന ഒരു ജനത്തെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഭാഗമായി മാറണം. നിങ്ങൾ അതിനെതിരായി മാറരുത്. നമുക്കതിനുള്ള കഴിവുകളില്ലായിരിക്കാം. ഹല്ലേലൂയ. നമ്മൾ പൗലോസിനെ നോക്കിയേ. പോൾ ഇൻവെസ്റ്റഡ് ഹിസ് ലൈഫ് ഇൻ തീത്തോസ്. ടൈറ്റസിനെ അറിയാം, തീമോത്തിയെ അറിയാം. അതുപോലെ തന്നെ ലൂക്കോസിന്റെ ജീവിതത്തിലേക്ക്, ബർണബാസിന്റെ ജീവിതത്തിലേക്കൊക്കെ പൗലോസ് തന്റെ ജീവിതത്തെ പകർന്നു. 1 തീമോത്തി, 2 തീമോത്തി, ടൈറ്റസ് ഒക്കെ നമ്മൾ തീത്തോസിന്റെ ലേഖനമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതിനകത്ത് പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, എന്നോട് നിങ്ങൾ കേട്ടു പഠിച്ചതൊക്കെയും മറ്റുള്ളവരെ ഉപദേശിപ്പാൻ തക്കവണ്ണം സമർത്ഥരായ വിശ്വസ്തരായ മനുഷ്യരെ വരമേൽപ്പിക്കുക. അപ്പോൾ പൗലോസിൽ നിന്ന് തീമോത്തി ചിലതൊക്കെ കേട്ടു പഠിച്ചു, കണ്ടുപഠിച്ചു, അനുഭവിച്ചു. He was living for others. Hallelujah. He was pouring his life for others. ഞാനൊരു എക്സാമ്പിൾ നിങ്ങളുടെ അടുത്ത് പറയാം. കാസിൽ ചർച്ച്, വിറ്റൻബർഗിലെ, ജർമ്മനിയിലെ കാസിൽ ചർച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിസ്റ്ററിക്കകത്ത് മാർട്ടിൻ ലൂതർ 95 തീസീസ് എഴുതി ഒട്ടിച്ച പള്ളി. റിഫർമേഷൻ, നവീകരണ പ്രസ്ഥാനമൊക്കെ വന്നില്ലേ, അന്ന് 95 തീസീസസ് എഴുതിയിട്ട് ഈ പള്ളിയുടെ അതിൻ്റെ വാതിലിലാണ് ഒട്ടിച്ചത്. കാസിൽ ചർച്ച്, വിറ്റൻസ്ബർഗ്. അവിടെ ഇപ്പം നമ്മൾ കടന്നു ചെന്നാൽ അവിടുത്തെ അൾത്താരയ്ക്ക് മുമ്പിലായിട്ട് അവരുടെ ഫ്രണ്ടിൽ 2 ടോംബ് കാണാൻ പറ്റും പള്ളിക്കകത്ത്. ഒരു ടോംബ് ആരുടേതാണെന്ന് ചോദിച്ചാൽ മാർട്ടിൻ ലൂതറിനെ മരിച്ച് അടക്കിയത് ഈ പള്ളിക്കകത്ത്. അതുപോലെ മറ്റൊരു മനുഷ്യൻ്റെ ഒരു ടോംബുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫിലിപ്പ് മെലങ്തോൺ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാർട്ടിൻ ലൂതറിൻ്റെ ടോംബിൻ്റെ തൊട്ടിപ്പുറത്ത് അനദർ ടോംബ്, ഫിലിപ്പ് മെലങ്തോണിൻ്റെ ടോംബ്. നമ്മൾ ആരെങ്കിലും ഫിലിപ്പ് മെലങ്തോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മളധികം കേട്ടിട്ടില്ല. പണ്ട് ഈ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ല, അതൊന്നും അറിയത്തില്ല. ഈ ഫിലിപ്പ് മെലങ്തോൺ ആരായിരുന്നു അറിയാമോ? മാർട്ടിൻ ലൂതറിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിരിക്കുന്ന ഒരു ഫ്രണ്ടായിരുന്നു ഫിലിപ്പ് മെലങ്തോൺ. എന്താ ഫിലിപ്പ് മെലങ്തോൺ ചെയ്തതെന്നറിയാമോ? മാർട്ടിൻ ലൂതർ എന്താ ചെയ്തതെന്ന് നമുക്കറിയാം അല്ലേ? ന്യൂ ടെസ്റ്റ്മെൻറ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തു. അതുമാത്രമല്ല റോമൻ കാത്തലിക് ചർച്ചിനകത്തെ ഫോൾസ് ടീച്ചിങ് ഒക്കെ അവൻ എക്സ്പോസ് ചെയ്തു. അതുമല്ല രക്ഷയെക്കുറിച്ച്, വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് താൻ പഠിച്ചു, താൻ പഠിപ്പിച്ചു. അതുപോലെ മാർട്ടിൻ ലൂതറിന്റെ പേഴ്സണാലിറ്റി എന്തോന്ന് ചോദിച്ചാൽ, ഹി വാസ് എ ടോൾ മാൻ, ഹി വാസ് എ വെരി സ്ട്രോങ് മാൻ ആൻഡ് ഹി വാസ് എ വെരി സ്ട്രോങ് കമ്മ്യൂണിക്കേറ്റർ. ലൂതറിന്റെ പ്രസംഗത്തിന്റെ ഒന്നും മുന്നിൽ സാധാരണക്കാർക്ക് ഇരിക്കാൻ പറ്റില്ല. പവർഫുൾ വേർഡ്സ് ആണ്, പവർഫുൾ വെക്കാബുലറി ആണ്. വെരി ടോൾ മാൻ വിത്ത് എ ഭയങ്കര ഗംഭീര ശബ്ദമാണ്. ആരെയും സ്വാധീനിക്കുവാൻ പറ്റുന്ന പേഴ്സണാലിറ്റി ആയിരുന്നു അദ്ദേഹത്തിൻ്റെത്. ഈ ഫിലിപ്പ് മെലങ്തോണിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയാമോ? നേരെ ഓപ്പോസിറ്റ്. വെരി ഷോർട്ട് ഫെലോ. സംസാരിക്കാൻ അറിയത്തില്ല, കുറച്ച് സ്റ്റാമറിങ് ഒക്കെ ഉണ്ട്, ഒരു കഴിവുമില്ല, പ്രസംഗിക്കാനും അറിയത്തില്ല. പുള്ളിക്കാരൻ പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവത്തില്ല. പക്ഷെ എന്താ സംഭവിച്ചതെന്നറിയാമോ?
മാർട്ടിൻ ലൂതർ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ ഫ്യൂണറൽ മെസ്സേജ് കൊടുത്തത് ഫിലിപ്പ് മെലങ്ടോൺ ആയിരുന്നു. ഫിലിപ്പ് മെലങ്ടോൺ എങ്ങനെയാണെന്നറിയാമോ മാർട്ടിൻ ലൂതറിന് സഹായിയായി തീർന്നത്? തൻ്റെ സമ്പത്ത് മാർട്ടിൻ ലൂതറിന് വേണ്ടി ചെലവഴിച്ചു, പണം കൊടുത്ത് സഹായിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല, ന്യൂ ടെസ്റ്റ്മെൻറ്റ് വിവർത്തനം ട്രാൻസ്ലേറ്റ് ചെയ്യുവാൻ തക്കവണ്ണം ഈ മാർട്ടിൻ ലൂതർ ശ്രമിച്ചപ്പോൾ അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്തത് അദ്ദേഹമായിരുന്നു. താമസിക്കുവാൻ ഇടം കൊടുത്തത് അദ്ദേഹമായിരുന്നു. സാമ്പത്തികമായ ഹെൽപ്പുകൾ ചെയ്തു കൊടുത്തു. ദേശക്കാരിൽ നിന്ന് അദ്ദേഹത്തെ സൂക്ഷിച്ചു. തന്നെക്കൊണ്ട് ഈ കൊച്ചു മനുഷ്യൻ, ഈ ചെറിയ മനുഷ്യൻ തന്നെക്കൊണ്ട് കഴിയാവുന്നതൊക്കെയും ഈ വലിയ മനുഷ്യൻ, ലോകത്തിൻ്റെ മുമ്പിൽ വലിയ മനുഷ്യനായിരിക്കുന്ന മാർട്ടിൻ ലൂതറിന് വേണ്ടി ചെയ്തു. പക്ഷെ ദൈവം അവരെ രണ്ടുപേരെയും ഒരുപോലെ ആദരിച്ചു. സഹോദരന്മാരെ, ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്കെല്ലാവർക്കുമുള്ള കോളിംഗ് ഒന്നാകണമെന്നില്ല, നമുക്കെല്ലാവർക്കുമുള്ള കഴിവൊന്നാകണമെന്നില്ല. മുമ്പേ കേട്ടതുപോലെ നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ ഒരു വ്യക്തി കർത്താവിന് വേണ്ടി എരിയുന്നത് കാണുമ്പോൾ, ആ വ്യക്തി പോകുന്ന പോക്ക് നിങ്ങൾക്ക് ദൈവം തന്ന ദർശനത്തിന് അനുസരണമാണെങ്കിൽ, ആ വ്യക്തിയുടെ പോക്ക് യഥാർത്ഥ ലക്ഷ്യത്തിലേക്കാണെങ്കിൽ, ഹല്ലേലൂയ, ആ വ്യക്തിയോട് കൂടെ നിന്നുകൊണ്ട് കർത്താവിന് വേണ്ടി വേല ചെയ്യണം. pour your life with him to the cause of God. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, അവരെ രണ്ടുപേരെയും ഒരുപോലെ മാനിച്ചു. സൈഡ് ബൈ സൈഡായിട്ട് അവരുടെ ടോംബ് കാസൽ വിറ്റൻസ്ബർഗ് ചർച്ച് ജർമ്മനിയിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചിന്തിച്ചതാ, കർത്താവേ, എൻ്റെ ഈ ഒരു ജീവിതം കൊണ്ട് ആർക്കൊക്കെ വേണ്ടി നിൽപ്പാൻ കഴിയുമോ, ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുമോ, എൻ്റെ കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി ആരെങ്കിലും നിൽക്കുന്നത് കണ്ടാൽ അവരോട് കൂടെ എനിക്ക് നിൽക്കണം. എനിക്കില്ലാത്ത കോളിങ് അവർക്കുണ്ടെങ്കിൽ അവരെ എനിക്ക് സപ്പോർട്ട് ചെയ്യണം. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനുള്ള വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇതുവരെ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചെങ്കിൽ ഇനി ആ വഴി വിട്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചോ. മുമ്പേ പറഞ്ഞതുപോലെ there are two buildings going on. രണ്ട് പണികൾ നടക്കിയ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ. കാണപ്പെടുന്ന ഒരു പണിയും കാണപ്പെടാത്ത ഒന്നും പണിയും. കാണപ്പെടുന്ന ലോകത്തിലുള്ള പണി, കാണപ്പെടാത്ത ലോകത്തിന് വേണ്ടിയുള്ള പണി. കാണപ്പെടുന്ന ലോകത്തിന് വേണ്ടി നിങ്ങൾ ചെയ്തോ, കുഴപ്പമില്ല. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചോ, കുഴപ്പമില്ല. അതേ സമയത്ത് തന്നെ നിന്റെ നിത്യത എപ്പോഴും മുമ്പിൽ കണ്ടുകൊണ്ട് അതിനുവേണ്ടി കൂടെ നീ ഒരു സമയം ചെലവഴിക്കണം, അതിനുവേണ്ടി കൂടെ നിന്റെ സമ്പത്ത് ചെലവഴിക്കണം, നീ അധ്വാനിക്കണം. നമ്മൾ മറന്നു പോകരുത് ആ ഒരു വിഷയത്തിൽ. ഹല്ലേലൂയ, നമ്മൾ ചിലർക്ക് കൂട്ടാളികളായി തീരണം. സഹോദരന്മാരെ, അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരും. കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് ആരെയൊക്കെ സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുമായിരുന്നു. ഒരുപക്ഷെ വളരെ ശക്തമായ രീതിയിൽ കർത്താവ് നമ്മളെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷെ പലപ്പോഴും നമ്മുടെ പ്രിജുഡീസ് നമ്മളെ അതിന് അനുവദിക്കുന്നില്ല. മുമ്പേ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ജോസഫ് വരുന്ന കണ്ടപ്പോൾ പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നത് കണ്ടോ. നമ്മൾ മറ്റുള്ളവരെ പരിഹസിച്ചിട്ടുണ്ട്. കാരണം നമുക്കില്ലാത്ത കോളിങ് മറ്റുള്ളവരിലേക്ക് കാണുമ്പോൾ നമുക്കതിനെ അംഗീകരിക്കുവാൻ കഴിയുന്നില്ല, അക്സെപ്റ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഹല്ലേലൂയ, ഇവിടെ മാർട്ടിൻ ലൂതറിനെ ഫിലിപ്പ് മെലങ്ടോൺ സപ്പോർട്ട് ചെയ്തത് ഒരു വലിയ സ്റ്റഡിയായിട്ടാണ് നമ്മൾ കാണേണ്ടത്. പ്രൈസ് ഗോഡ്. നമ്മളെക്കൊണ്ട് നമുക്കില്ലാത്ത കോളിങ് മറ്റൊരാളിലേക്ക് കർത്താവ് പകർന്നവരെ വിളിക്കുന്നത് കാണുമ്പോൾ അവരുടെ പിന്നിൽ നിന്ന്, അവരുടെ കൂടെ നിന്ന് അവരെ സപ്പോർട്ട് ചെയ്യുവാൻ തക്കവണ്ണം നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. നോർത്ത് ഇന്ത്യയിലും മറ്റ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്രയെത്ര മിഷണറിമാരുണ്ട്. നമുക്ക് എത്തുവാൻ കഴിയാത്തടത്ത് അവരുള്ളത് അല്ലേ? നമുക്കാരെങ്കിലും സഹായിക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ എപ്പോഴും ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. അത് മാറണം. ജീവിതത്തിലൊരു തീരുമാനമെടുക്കുക. കർത്താവേ, ഞാൻ ഈ ദേശത്താണ്, പക്ഷേ മറ്റു പല ദേശങ്ങളിൽ അങ്ങനെ വേലയുമായി കടന്നു പോയിരിക്കുന്നവരുണ്ട്. ഈ ദേശത്തുള്ള വേലയിൽ എനിക്ക് ചെയ്യാമെന്നതൊക്കെ ഞാൻ ചെയ്യും. അതോടൊപ്പം തന്നെ എനിക്ക് എത്തുവാൻ കഴിയാത്ത ഇടങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന വിശ്വസ്തരായ മനുഷ്യരുണ്ട്. എന്നെക്കൊണ്ട് കഴിയുന്ന ഹെൽപ്പുകൾ ചെറുതായിക്കൊള്ളട്ടെ, അവരുടെ കൂടെ നിന്ന് ഞാൻ ചെയ്യും. കാരണം കർത്താവ് മാനിക്കുന്ന നാളിൽ നമ്മളെയും അവരോടൊപ്പം നിർത്തി മാനിക്കും. ആരും ഒരു ആമീൻ പോലും പറയുന്നില്ല. ഉറങ്ങുന്നതുകൊണ്ടാണോ അതോ മിസ് കിട്ടാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല. സാരമില്ല, കുഴപ്പമൊന്നുമില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, pour our lives into the lives of others. ആ സന്തോഷം നമുക്ക് നിലനിൽക്കും കേട്ടോ. ഈ സന്തോഷം ഈ ലോകത്തിലുള്ള സന്തോഷം ഒന്നും നിലനിൽക്കും. ഓർത്ത് നോക്കിയേ, ഞാൻ മുമ്പേ പറഞ്ഞ എക്സാമ്പിളിലേക്കൊന്ന് വീണ്ടും വരിക. ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ, നിങ്ങളുടെ വീട്ടിലെ മൂത്ത സഹോദരങ്ങളാണെങ്കിൽ നിങ്ങൾ ഓർമ്മ വെച്ച നാൾ മുതൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നിങ്ങളുടെ ഇളയ സഹോദരങ്ങൾക്ക് വേണ്ടി ഇല്ലേ? എനിക്കറിയില്ല അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടോ. നിങ്ങൾ മൂത്ത സഹോദരങ്ങളാണെങ്കിൽ ഈ ഇളയ സഹോദരങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടെന്ന് വെച്ചോ. കഷ്ടപ്പെട്ടവരെയൊക്കെയും പഠിപ്പിച്ചു, അധ്വാനം കൊടുത്ത് എല്ലാം വളർത്തി കൊണ്ടുവന്നു. ഇപ്പോൾ ആ ഇളയ സഹോദരങ്ങളൊക്കെ എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ. അവരൊക്കെ അവരുടെ രീതിയിലായി, രാജ്യത്തിലായി. അവരൊന്നും നിങ്ങളെ ഓർക്കുന്ന പോലുമില്ല. ഓർക്കുന്നുണ്ടോ?
നിങ്ങളൊന്ന് പറഞ്ഞ സഹോദരങ്ങളെ, ഓർക്കുന്നുണ്ടോ? എന്തുമാത്രം നിങ്ങൾ അധ്വാനിച്ചിട്ടുണ്ട്, എന്തുമാത്രം അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആഹാരം പോലും വേണ്ടെന്ന് വെച്ചിട്ട് അവർക്ക് പൈസകൾ അയച്ചു കൊടുത്തിട്ടില്ലേ? ഇത് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലുമുള്ളത്. നമ്മുടെ കുഞ്ഞുങ്ങളെ നോക്കിയേ, ഇപ്പൊ ടീനേജേഴ്സ് ആയവർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രായമുള്ള കുഞ്ഞുങ്ങളെ ഒന്ന് നോക്കിയേ. അവർക്കൊക്കെ വേണ്ടി കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ അധ്വാനിച്ചിട്ടുള്ളത് എന്തുമാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇന്ന് അവരിൽ ആരെങ്കിലും അത് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷെ they don't appreciate it. Do they? They don't appreciate it. They take for granted. അവർ ഒരു കാര്യം പറയുവാണെങ്കിൽ, എല്ലാവരും ചെയ്യുന്ന, എല്ലാ മമ്മിമാരും മക്കൾക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ മമ്മിയും ചെയ്തിട്ടുള്ളൂ. ചോദിക്കും നമ്മളോട്. അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരത്തില്ലേ? അത് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം തകരത്തില്ലേ? ഈ അധ്വാനിച്ചത് വെറുതെയായി പോയെന്ന് തോന്നിയിട്ടില്ലേ? എന്നാൽ ആ സമയത്ത് എന്തെങ്കിലും ഈ നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി ഒരു അംശമെങ്കിലും നീ ചെലവഴിച്ചെങ്കിൽ അത് ഓർക്കുമ്പോൾ നിന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം വരും. Am I talking something sensible? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി, വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ സ്നേഹം അറിഞ്ഞ് നിത്യമായി നിലനിൽക്കുന്ന അവിടുത്തെ രാജ്യത്തിന് വേണ്ടി നീ എന്തൊക്കെ ചെയ്യുന്നുവോ അത് മാത്രമേ നിന്റെ ജീവിതത്തിൽ സന്തോഷമായി പരിണമിക്കത്തുള്ളൂ. മാർക്ക് മൈ വേർഡ്, മൈ ബ്രദേഴ്സ്, മൈ സിസ്റ്റേഴ്സ്. ഇന്നത്തെ പകൽക്കാലം ആ സത്യം നീ തിരിച്ചറിഞ്ഞ് മുന്നോട്ടുള്ള ജീവിതത്തെ നീ ക്രമീകരിക്കുക. നിന്റെ ജീവിതം ഒരിക്കലും ഒരു നഷ്ടമായി തീരാൻ അനുവദിക്കരുത്. മക്കളെ സ്നേഹിച്ചോ, പക്ഷെ ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം മക്കളെ സ്നേഹിക്കരുത്. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം അപ്പനെയും അമ്മയെ സ്നേഹിക്കരുത്. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം കൂട്ടുകാരെ സ്നേഹിക്കരുത്. ദൈവത്തെ സ്നേഹിക്കുന്നതിനേക്കാൾ അധികം സഹോദരങ്ങളെ സ്നേഹിക്കരുത്. വാഴ്ത്തപ്പെട്ട കർത്താവിനെ സ്നേഹിക്കുക. കാരണം നിന്റെ നിത്യത അവനോട് കൂടെ വസിക്കുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാ ബന്ധങ്ങളും മുമ്പേ പറഞ്ഞതുപോലെ ബൈ ദ ഗ്രേവ്, കല്ലറ കൊണ്ട് തീർന്നു പോകും. ഈ കല്ലറ കഴിഞ്ഞാൽ പിന്നെ ഒരു ബന്ധവും ഓർമ്മയില്ല കേട്ടോ. ഇതെന്റെ അപ്പനാന്നോ ഇതെന്റെ അമ്മയാന്നോ ഇതെന്റെ സഹോദരങ്ങളോ, there is no such relationship. Once you die, there is no relationship. But an eternal relationship is only between you and me who are born in Christ. ക്രിസ്തുവിൽ ഈ ശ്രേഷ്ഠമേറിയ ബന്ധത്തിൽ ദൈവസഭയിലേക്ക് കടന്നു വന്ന നമ്മളുടെ ബന്ധമാണ് നിത്യത വരെ നിലനിൽക്കുന്ന ബന്ധം. അതറിഞ്ഞു വേണം സഹോദരന്മാരെയും സഹോദരിമാരെയും ഇനി നമ്മൾ സ്നേഹിക്കാൻ. മറന്നു പോകരുത് സഹോദരങ്ങളെ. ഹല്ലേലൂയ. മുന്നോട്ടുള്ള സമയം, ഹല്ലേലൂയ. ഞാൻ ചില കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് നേരത്തെ ആ സമയത്തിന് തന്നെ നിർത്താം. ഹല്ലേലൂയ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതിൻ്റെ തെളിവെന്നറിയാമോ? വി ലിവ് ഫോർ അവേഴ്സെൽഫ് മീൻസ് ആ സ്വാർത്ഥതയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. സ്വാർത്ഥതയിലേക്ക് വരിക. മറ്റാരും നമ്മുടെ ഇഷ്ടങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സാമ്രാജ്യമുണ്ട്. വി ഹാവ് എ ടെറിട്ടറി ആൻഡ് വി ഡോണ്ട് വാണ്ട് എനിബഡി ടു ഡിസ്റ്റർബ് ദെയർ ഓർ ക്രോസ് ഇൻ ദെയർ. ഒരു കാര്യം തിരിച്ചറിയും, എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ടെറിട്ടറി ഇല്ല എന്നുള്ള സത്യത്തിലേക്ക് നമ്മൾ വരണം. ഞാൻ ഇങ്ങനെയൊക്കെ എൻ്റെ ലൈഫിനെ മാറ്റിയിട്ടുള്ളത്. ഫുള്ളായിട്ടൊന്നും മാറിയിട്ടില്ല, മാറിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കുറച്ചൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇന്നലത്തേനേക്കാളൊക്കെ ബെറ്ററായിരുന്നു. അത്രേ എനിക്ക് പറയാൻ പറ്റൂ. ഈ ലോകവുമായിട്ടുള്ള ബന്ധം കുറഞ്ഞു വരട്ടെ. ഈ ലോകത്തിൽ നമ്മളൊരു ഏലിയനാകട്ടോ. ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? ഈ 2 കണ്ണും 3 മൂക്കുള്ള അങ്ങനത്തെ ഒരു സാധനമല്ല. ഏലിയൻ എന്ന് പറഞ്ഞാൽ എന്തുവാ? മലയാളം എനിക്ക് അറിയില്ല. എന്താ ജീവി? അന്യഗ്രഹ ജീവി. ഓക്കെ. നമ്മൾ ഈ ലോകത്തിൽ എന്നെ കേൾക്കുന്ന അതുകൊണ്ടാണ് ഈ ലോകത്തിലുള്ളവർക്ക് നമ്മളെ ഉൾക്കൊള്ളാൻ പറ്റാത്തത്. നമ്മൾ അന്യഗ്രഹം, അതായത് ക്രിസ്തുവിൻ്റെ രാജ്യത്തിന് വേണ്ടിയുള്ളവരാ. നമുക്കൊരു രാജ്യം അവിടെ ഉണ്ട്. നമ്മൾ കേട്ടതുപോലെ ക്രിസ്തുവിൻ്റെ സ്ഥാനപതികളാണ് നമ്മളിവിടെ. വി ആർ ദ സിറ്റിസൺസ് ഓഫ് ഹെവൻലി കിങ്ഡം. പ്രൈസ് ഗോഡ്. അപ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ ഒരു ടെറിട്ടറി ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കരുത്. എനിക്ക് ഈ ഭൂമിയിൽ ഒന്നുമില്ല. ഞാൻ ഈ ലോകക്കാരനല്ല. ഐ ഡോണ്ട് ബിലോങ് ടു ദിസ് പ്ലേസ്. പിന്നെ കുറച്ച് നാൾ ഇവിടെ ജീവിക്കുക. യേശു ഈ ഭൂമി ജീവിച്ച സമയത്ത് യേശു കർത്താവിനോട് ചോദിച്ചേ, യേശു കർത്താവ് പറയുന്നു, ഞാൻ ഇവിടെ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് പോകും, എൻ്റെ മിഷൻ കഴിയുമ്പോൾ ഞാൻ ഇവിടുന്ന് പോകും. അത് തന്നെ അപ്പോസ്തലനായ പൗലോസും പറഞ്ഞത്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ പറയാൻ റെഡി ആവണം. ആയിട്ടില്ല, നമ്മൾ റെഡി ആകണം. എൻ്റെ ഓർമ്മയിൽ ഒരു സ്റ്റോറി വരുന്നത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യട്ടെ. കാലിഫോർണിയയിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു സഭയ്ക്കകത്ത് നടന്ന ഒരു സംഭവമാണ്. അത് ഒരാൾ എഴുതിയത് വായിക്കാൻ തക്കവണ്ണം ഞാൻ ഇടയായത്. ഒരു ദിവസം സൺഡേയിൽ, മൈ ചിൽഡ്രൻ ലിസൺ ടു മീ, ഒരു സൺഡേ മോർണിംഗിൽ സഭയിലെ നോർമലായിട്ട് ആളുകളെല്ലാം ചർച്ചിനകത്ത് കടന്നു വന്നപ്പോൾ അവർ കണ്ടു പ്രായമായ ഒരു മനുഷ്യൻ പാസ്റ്ററിൻ്റെ തൊട്ടടുത്തിരിക്കുന്നത് കണ്ടു.
നിങ്ങളൊരു പക്ഷേ ഇത് വായിച്ചിട്ടുണ്ടാകാം. ഈ സംഭവം നടന്ന സംഭവമാണ് കേട്ടോ. ദിസ് ഈസ് നോട്ട് എ സ്റ്റോറി, ദിസ് ഈസ് എ തിങ് വിച്ച് ഹാസ് റിയലി ഹാപ്പൻഡ്. ആ പ്രായമായ ഒരു മനുഷ്യൻ, ഒരു ഗസ്റ്റ് പ്രീച്ചറിനെ പോലെ ഒരു പ്രായമായ മനുഷ്യൻ, ചെറുപ്പക്കാരനായ പാസ്റ്ററുണ്ട്. ദാറ്റ് പാസ്റ്റർ വാസ് ഇൻ ഈസ് മേ ബി 30 early 40s ഓർ സോ. അധികം പ്രായമില്ല, മധ്യവയസ്കനായ ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ വർഷിപ്പൊക്കെ കഴിഞ്ഞ് ദൈവവചനത്തിൻ്റെ സമയമായി, ദൈവവചന ശുശ്രൂഷയുടെ സമയമായപ്പോൾ പാസ്റ്റർ എഴുന്നേറ്റ് മുന്നോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, ഡിയർ ചർച്ച്, ടുഡേ ഐ എം ഗോയിങ് ടു ഇൻട്രൊഡ്യൂസ് വൺ ഓഫ് മൈ വെരി ഓൾഡ് ഫ്രണ്ട്സ്. ഞാൻ ഈ ജെന്റിൽമാനെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. എന്നെ അനേക വർഷങ്ങളായിട്ട് ഞാനുമായി ബന്ധമുള്ള ഒരു ആളാണ് ഇദ്ദേഹം. മുന്നോട്ടുള്ള വചനം അദ്ദേഹമായിരിക്കും പറയുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നയിക്കുന്ന രീതിയിൽ അദ്ദേഹം അത് പറയട്ടെ. എന്നിട്ട് പാസ്റ്റർ പോയി പാസ്റ്ററിൻ്റെ സീറ്റിലിരുന്നു. ഈ പ്രായമുള്ള അപ്പച്ചൻ മുന്നോട്ട് കടന്നു വന്നിട്ട് പുൽപ്പിറ്റിൽ നിന്നുകൊണ്ട് എല്ലാവരെയും നോക്കി. അദ്ദേഹം നോക്കിയപ്പോൾ 2 ചെറുപ്പക്കാർ, പിള്ളേർ, ടീനേജേഴ്സ് ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്. അവന്മാരെ നോക്കിയപ്പോൾ ബോറടിക്കുന്ന ആ പാടെ നോക്കിയപ്പോൾ അതെല്ലാം പ്രായമായി അപ്പച്ചൻ. ഈ അപ്പച്ചൻ ഇനി എത്ര നേരം എടുത്തുകൊണ്ടിരിക്കും, പറയാൻ പറ്റുമോ? അവരാകപ്പാടെ കുനിഞ്ഞൊക്കെ ഇരുന്നു. അത് ഈ അപ്പച്ചൻ ശ്രദ്ധിച്ചു. അപ്പച്ചൻ എല്ലാവരോടും പറഞ്ഞു, ഗുഡ് മോർണിംഗ്, പ്രൈസ് ദി ലോർഡ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാനൊരു സ്റ്റോറി മാത്രം പറഞ്ഞ് ചില മിനിറ്റുകൾ മാത്രം എടുത്ത് ഇന്നത്തെ വചന ശുശ്രൂഷ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ ഈ വായിച്ച ആ ജേണലിനകത്ത് ഈ ചെറുപ്പക്കാരെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ആവർത്തിച്ച് ഈ 2 യങ് ബോയ്സിനെ കുറിച്ച്. അപ്പോൾ യങ് ബോയ്സിനും ഭയങ്കര സന്തോഷമായി. കാരണം ഒരു സ്റ്റോറി കേൾക്കുക, അതുപോലെ പെട്ടെന്ന് നിർത്തുകയും ചെയ്യുമല്ലോ. അപ്പച്ചൻ സ്റ്റോറി പറയാൻ തുടങ്ങി. അപ്പച്ചൻ സ്റ്റോറി പറഞ്ഞു, ഒരിക്കൽ ഒരപ്പനും ഒരു മകനും മകൻ്റെ ഒരു കൂട്ടുകാരനും കൂടെ ഫിഷിങ്ങിന് പോയി തൊട്ടടുത്തുള്ള ഒരു സീയിൽ. അപ്പോൾ ഈ പോയ അപ്പന് ആ സീ നന്നായിട്ട് അറിയാം, ബോട്ട് ഓടിക്കാൻ അറിയാം. നമ്മളറിയാമല്ലോ, നാട്ടിൽ ചെറിയ മോട്ടോർ വെച്ച വള്ളമുണ്ടല്ലോ അത്. അപ്പോൾ മോൻ്റെ കൂട്ടുകാരൻ അവധിക്ക് വന്നതാണ്, മോൻ്റെ വീട്ടിൽ വന്നത്, അവർ ഒന്നിച്ച് പഠിക്കുന്നതാണ്. അപ്പോൾ അവധി കിട്ടിയപ്പോൾ ഇവിടെ വന്നതാണ്, കൂട്ടുകാരൻ്റെ വീട്ടിൽ വന്നത്. അങ്ങനെ അപ്പനും മോനും മോൻ്റെ കൂട്ടുകാരനും കൂടെ, ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്, ഫാദർ, സൺ ആൻഡ് ദി ഫ്രണ്ട് ഓഫ് ദ സൺ, ഓക്കെ, അവർ 3 കൂടെ ബോട്ടിങ്ങിന് പോയി, ഫിഷിങ്ങിന് പോയി. അങ്ങനെ കുറച്ചകത്തേക്ക് പോയിട്ട് അവർ ഫിഷ് ചെയ്തുകൊണ്ട് ഇരുന്ന സമയത്ത് പെട്ടെന്ന് വെതർ മാറിയിട്ട് വേവ്സ് ഭയങ്കരമായിട്ടുണ്ടായിട്ട് അത് കിടന്ന് കുലുങ്ങാനായിട്ട് തുടങ്ങി ബോട്ട്. ഈ ബോട്ടല്ല, വള്ളം, മോട്ടോർ വെച്ച് ഈ വള്ളം കുലുങ്ങാനായിട്ട് തുടങ്ങി. ഈ മനുഷ്യൻ എങ്ങനെല്ലാം നോക്കിയിട്ടും വള്ളത്തെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞില്ല. അവസാനം എന്ത് ചെയ്തറിയാമോ? ഇറ്റ് ഗോട്ട് കപ്സൈസ്ഡ്. വള്ളം മറിഞ്ഞു 3 പേരും താഴെ വീണു. ഈ അപ്പന് അറിയാം, അപ്പൻ എങ്ങനെയോ വള്ളത്തെ മുറുകെ പിടിച്ചു. എന്നിട്ട് നോക്കിയപ്പോൾ ഈ 2 മക്കളും, ഈ 2 മോനും മോൻ്റെ കൂട്ടുകാരനും കുറച്ച് ദൂരെയായിട്ട് കിടക്കുക. അവർ കിടന്ന് സീ ആണെന്ന് നോക്കണം, ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല, വെള്ളത്തിൽ താഴും. ഇദ്ദേഹത്തിന് അവരെ സഹായിക്കാൻ പറ്റത്തില്ല, കാരണം കൈപ്പിടി വിട്ടു കഴിഞ്ഞാൽ അദ്ദേഹവും വെള്ളത്തിലേക്ക് പോകും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്തൊരു റോപ്പ്, ഒരു ലൈനുണ്ട്, റോപ്പുണ്ട്, 1 റോപ്പുണ്ട്. എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ എറിഞ്ഞു കൊടുക്കാൻ പറ്റുന്ന റോപ്പ്. പക്ഷെ ആ റോപ്പ് ഒരാൾക്ക് എറിഞ്ഞു കൊടുക്കാൻ പറ്റൂ. He can throw it only to one person. In a fraction of a second, in 2-3 seconds, he was thinking in his mind, the dad was thinking in his mind, who should I throw this rope to? My son or the other boy? പെട്ടെന്ന് അദ്ദേഹം ചിന്തിച്ചു, മൈ സൺ, ഹി വാസ് സേവ്ഡ്. എൻ്റെ സണ്ണ് കുറച്ച് നാൾ മുമ്പ് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ബാപ്റ്റൈസ്ഡ് ആയതാ. അവർ യേശുവിനെ അറിഞ്ഞതാ. ബട്ട് അബൌട്ട് ദി അതർ ബോയ്, ഐ നോ ദാറ്റ് ഹി ഹാസൻറ്റ് നോൺ ജീസസ് യെറ്റ്. ഹി ഹാസൻറ്റ് കം ടു ദി ഫെയ്ത്ത് യെറ്റ്. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? ഇൻ എ സെക്കൻഡ് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മൈ സൺ, ഐ ലവ് യു സോ മച്ച്, ഐ ലവ് യു സോ മച്ച്, വി ബോത്ത് വിൽ സീ ദെയർ ബിഫോർ ജീസസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആർക്കെറിഞ്ഞു കൊടുത്തെന്നറിയാമോ? മോൻ്റെ കൂട്ടുകാരൻ്റെ നാട്ടിൽ അറിഞ്ഞു കൊടുത്തു. അങ്ങനെ അവൻ്റെ മോൻ്റെ കൂട്ടുകാരൻ ആ കയറെ പിടിച്ചിട്ട് വന്ന് ബോട്ടേക്ക് എറിയപ്പോഴത്തേക്ക് സ്വന്തം അപ്പൻ്റെ മുന്നേ വെച്ച് സ്വന്തം മോന് ദൂരെ വെള്ളത്തിനകത്തേക്ക് താണ് പോകുന്നത് അപ്പൻ കണ്ടു. അദ്ദേഹം ഈ കഥ നിർത്തിയിട്ട് പറഞ്ഞു, ദിസ് ഈസ് ഹൗ ഹെവൻലി ഫാദർ ഹാസ് സെൻറ്റ് ഹിസ് സൺ ടു ഡൈ ഫോർ us on the cross. So my children, ഈ 2 പേരോട് പറഞ്ഞു, my little children, don't take your salvation lightly. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പോയി ആ സീറ്റിലിരുന്നു. പാസ്റ്റർ കടന്നു വന്നു. പാസ്റ്റർ പറഞ്ഞു, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു മെസ്സേജ് കേട്ടു. പിതാവാം ദൈവം തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തള്ളിക്കളഞ്ഞു.
സ്വന്തം പുത്രനേക്കാൾ അധികം നമ്മെ ദൈവം ആദരിച്ചു, നമ്മെ സ്നേഹിച്ചു. അതുകൊണ്ട് അവിടുന്ന് ഒരിക്കൽ രക്ഷയെ നമ്മൾ ആരും നഷ്ടപ്പെടുത്തരുതെന്ന് പറഞ്ഞ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്ത് സർവീസ് കഴിഞ്ഞു. സർവീസ് കഴിഞ്ഞപ്പോൾ ഈ 2 പിള്ളേർ ഈ വല്യപ്പച്ചൻ്റെ അടുത്തിട്ട് വന്ന് പറഞ്ഞു, അങ്കിൾ, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, വെരി ഗുഡ് സ്റ്റോറി, വണ്ടർഫുൾ, വി വെർ ത്രിൽഡ്, ബട്ട് അങ്കിൾ, വൺ ഡൗട്ട്, വി കാൻറ്റ് ബിലീവ് ദാറ്റ്. We can't ever believe such a story. I'm so sorry to say. അപ്പോൾ പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞു, My children, you can't believe it, but that old man who lost his son is me, and that friend is your pastor. അന്ന് സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞില്ലയോ, അവൻ്റെ അപ്പനാ ഞാൻ. അന്ന് ഞാൻ രക്ഷിച്ച എൻ്റെ കൂട്ടുകാരൻ്റെ മോനാ നിങ്ങളുടെ പാസ്റ്റർ. My brothers, my sisters, if you are poor your life to send someone to God, it would never ever be a waste. നിങ്ങൾ ആരെങ്കിലും ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്യുക. ഇറ്റ്സ് എ റിയൽ ലൈഫ് സ്റ്റോറി ഹാപ്പൻഡ് ഇൻ കാലിഫോർണിയ. I don't remember the name of the church. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഈ തുച്ഛമായ ജീവിതം അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മുടെ ജീവനെ പകരും. ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നു, ഇവിടെയുള്ള എൽഡേഴ്സ് ആയിക്കൊള്ളട്ടെ, പാസ്റ്റേഴ്സ് ആയിക്കൊള്ളട്ടെ, സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ആയിക്കോട്ടെ, സഹോദരിമാരുടെ മീറ്റിങ്ങിലായിക്കൊള്ളട്ടെ, ഇവിടെ മറ്റ് സർവീസ് ചെയ്ത് സൗണ്ട് സിസ്റ്റം നോക്കുന്ന സഹോദരങ്ങളായിക്കൊള്ളട്ടെ, മറ്റ് ചർച്ചിൽ ഫുഡിൻ്റെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നവരായിക്കൊള്ളട്ടെ, ചർച്ച് ഹൂവർ ചെയ്യുവാൻ്റെ കോണം ശ്രമിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ എന്ത് ചെയ്താലും കൊലോസ്യ ലേഖനം 3:23 കേൾക്കുന്നത് പോലെ മനുഷ്യർക്ക് നല്ല ദൈവത്തിനെന്ന പോലെ പൂർണ്ണ മനസ്സോടെ നമ്മൾ ചെയ്യണം. കർത്താവിൻ്റെ സന്നിധി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവമക്കളെ, ഹല്ലേലൂയ, ശ്രേഷ്ഠമേറിയ ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ തന്നെ താഴ്ത്തി കൊടുത്തു കഴിഞ്ഞാൽ കർത്താവ് നമ്മളെ മാനിക്കുകയും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്യും. And if you see someone suffering, if you see someone taking a pain for Christ, for the kingdom of God, go there and support him. Go there and support her. കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ, നമുക്ക് ലഭിച്ചിരിക്കുന്ന അവൈലബിലിറ്റി അനുസരിച്ച്, നമുക്ക് ലഭിച്ചിരിക്കുന്ന റിസോഴ്സസ് നമ്മൾ അതിനു വേണ്ടി ഉപയോഗിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതമെല്ലാം ഈ ഭൂമിയിൽ അവസാനിക്കും. ഹല്ലേലൂയ. മുന്നോട്ടുള്ള നാളുകൾ എത്രയെന്ന് നമ്മുടെ ജീവിതത്തിൽ അറിയത്തില്ല. നാം ഇരിക്കുന്ന ഇടത്ത് ഒരു തീരുമാനമെടുക്കണം. ഇവിടെ അല്ല, പല പ്രൊഫഷനിലുള്ള സഹോദരങ്ങളൊക്കെ ഉണ്ട്, പല പ്രൊഫഷനിലുള്ളവരുണ്ട്. എനിക്ക് എത്താൻ കഴിയാത്തത് നിങ്ങൾക്ക് പലർക്കും എത്തുവാൻ കഴിഞ്ഞേക്കാം. നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട്, നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്ന ഇടം കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്തുവാൻ പറ്റാത്തത് എനിക്ക് എത്തുവാൻ കഴിഞ്ഞെന്നിരിക്കാം. നമ്മൾ എവിടെയായിരുന്നാലും ഹല്ലേലൂയ, കർത്താവ് ഹോസ്റ്റ് ദ ഫ്ലാഗ് ഓഫ് ക്രൈസ്റ്റ് ഇൻ ദ ടെറിട്ടറി ഓഫ് ഡെവിൾ. പിശാചിൻ്റെ സാമ്രാജ്യത്തിൽ, പിശാചിൻ്റെ കേന്ദ്രങ്ങളിൽ ക്രിസ്തുവിൻ്റെ കൊടി ഉയർത്തുന്നവരായിട്ട് നമുക്ക് മാറാം. ഒരു വാക്കുകൊണ്ടായിക്കൊള്ളട്ടെ, ജീവിതം കൊണ്ടായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ സന്നിധിയിൽ കർത്താവിനെ ഉയർത്തുന്നവരായിട്ട് നമുക്ക് തീരാം. നമ്മളെ ഈ ചെറിയ രാജ്യത്ത് ഈ കോണിൽ കർത്താവ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഇവിടെ ഒതുങ്ങുവാനുള്ളതല്ല. നമ്മുടെ വിശ്വാസ ജീവിതം ഇവിടെ ഒതുങ്ങുവാനുള്ളതല്ല. സ്വാർത്ഥരായി നാം നമുക്ക് വേണ്ടി ജീവിച്ചാൽ ഒരു നാളിൽ നമ്മൾ മുമ്പേ കേട്ടതുപോലെ നമ്മൾ വെറും മൂഢരായി തീരും. ഹല്ലേലൂയ. വെറും മൂഢരായിത്തീരും. ഈ കുറച്ച് നാളത്തേക്ക് നമ്മൾ ഭക്ഷിക്കുന്നതല്ല, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതല്ല ഈ ജീവിതത്തിന്റെ പ്രാഥമികമായ ഉത്തരമെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇറ്റേണൽ ആയിരിക്കുന്ന ചിലതിനു വേണ്ടി നമ്മൾ ജീവിക്കുവാൻ കഴിയണം. ചില വ്യക്തികളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ തക്കവണ്ണം കഴിയണം. ഹല്ലേലൂയ. ഹെൽപ്പ് us to put our mark somewhere. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായാൽ, ഏതെങ്കിലും സ്ഥലങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായാൽ, ഏതെങ്കിലും ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാനിടയായാൽ, ഏതെങ്കിലും വ്യക്തികളുമായി ഒന്നിച്ച് യാത്ര ചെയ്യുവാനിടയായാൽ, leave your mark there so that that person will remember you forever. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി നമ്മളിലുള്ളവരായിരിക്കണം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മളിൽ നിന്ന് വ്യാപരിക്കണം. ഹല്ലേലൂയ. നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക്, നമ്മുടെ കൂടെ നടക്കുന്നവർക്ക് നമ്മളിലൊരു വ്യത്യസ്തത അനുഭവിക്കുവാനായിട്ട് കഴിയും. Let them sense a different feeling in us. Let them feel a difference in our lives as we walk together, as we talk together. Hallelujah. കർത്താവിൻ്റെ സന്നിധിയിൽ be an encourager all the same. 2 തീമോത്തി 2:2 അടുത്ത 5-8 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. 2 തീമോത്തിയിലേക്ക് വന്നേ. അപ്പോസ്തലനായ പൗലോസ്
ഹല്ലേലൂയ. തനിക്ക് സ്വർഗം തന്നിരുന്ന ആ വെളിപ്പാടുകളെ അപ്പോസ്തലൻ തീമോത്തിയിലേക്ക് ഏൽപ്പിച്ച് തീമോത്തിയെ അനുഗ്രഹിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. 2 തീമോത്തി 2:1-2. 2 തീമോത്തി 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, യു therefore my son. You just simply see the usage there. The way Paul is addressing Timothy. My son. ഈ ബൈബിളൊക്കെ അറിയുന്നതിന് മുമ്പ്, എനിക്ക് ഈ വചനമൊക്കെ അറിയുന്നതിന് മുമ്പ്, പണ്ട് ഓർത്തഡോക്സ് സഭയിലായിരുന്ന സമയത്ത് ഞാൻ ഈ ബൈബിളൊക്കെ വായിക്കുമ്പോൾ മൈ സൺ എന്നൊക്കെ വായിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് അന്ന് പൗലോസിൻ്റെ മോനാ തീമോത്തി എന്ന്. പൗലോസ് കല്യാണമൊക്കെ കഴിഞ്ഞ് 3-5 പിള്ളേരൊക്കെ ഉണ്ടായിരുന്നൊക്കെ ഞാൻ ചിന്തിച്ചത് അങ്ങ് നോക്കിയ സ്വന്തം കുഞ്ഞിനെ വിളിക്കുന്ന പോലെ മൈ സൺ. ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും സഹോദരന്മാരെ, ഇതൊക്കെ നമ്മളൊന്ന് പഠിക്കും. ഇരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളാണ്. നോ ഡിഫറൻസ് അറ്റ് ഓൾ. ആ ഫ്രീഡം നമുക്ക് ഈ കുഞ്ഞുങ്ങളിൽ ഉണ്ടാവണം. നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അവരോടുകൂടെ സഹകരിക്കുമ്പോൾ നമുക്ക് ആ ഫ്രീഡം ഉണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങളാണെന്നുള്ള ഫ്രീഡം. അവർ തെറ്റിലേക്ക് പോകുന്ന കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാവണം. അവർ തെറ്റിലേക്ക് ഒരിക്കലും പോകുവാൻ ഇടയാവരുത്. അതിനു വേണ്ടി അവരുടെ സ്വന്തം അപ്പനും അമ്മയും എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ നമ്മളും അവർക്ക് വേണ്ടി ചെയ്യണം. അതാ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ പറയുകയാണ്, എൻ്റെ മകനെ, ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിക്കുവാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. വിശ്വസ്ത മനുഷ്യരെ നീ ഭരമേൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ pour your life into the lives of other people. അതുകൊണ്ട് ഇവിടുത്തെ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ അതിനുവേണ്ടി വളർത്തിയെടുക്കുന്നത്. നാളെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ ശുശ്രൂഷകരായവർ മാറണം. ആൺ പെൺ വ്യത്യാസമില്ലാതെ, whether it's a girl or a boy, it doesn't matter. Let them be servants of God in the coming time, in the kingdom of God. Let them stand for Christ tomorrow. Let them radiate the glory of Christ to the surrounding world wherever they are. I don't know, maybe 15 years from today, where Noel will be, I don't know. John will be, Jerome Dan, or ഇവിടെ ഇരിക്കുന്ന കെസിയ ബഹാന, നമുക്ക് അറിയില്ലവർ എവിടെയാണെന്നുള്ളത്. Wherever they are, let them show forth, let them spread forth the fragrance of Christ around the people whom God has sent them to. ദൈവം അയച്ചിരിക്കുന്ന ജനത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ സാക്ഷികളായി അവർക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ